ഈ അനുഗ്രഹിക്കപ്പെട്ട ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാൻ നമ്മളെ ദൈവം സഹായിച്ചു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിലേക്ക് നമുക്ക് തിരിയാം. നമ്മൾ സാധാരണ കോട്ടേജ് മീറ്റിങ്സിൽ നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം പതുക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് വരുമായിരുന്നു. അതിൻ്റെ 14 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ യോഹന്നാൻ 16-ന്റെ 14 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച അതുവരെയൊക്കെ നമ്മൾ ചിന്തിച്ച് നിർത്തി. പ്രിയ സഹോദരങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ തീർച്ചയായും നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് വലിയൊരു ഉത്തേജനവും സന്തോഷവുമായിരുന്നു. ദൈവം ഓരോരുത്തരെ വഴി നടത്തുന്ന വിധങ്ങൾ, എങ്ങനെ ദൈവം ഓരോരുത്തരെ ഓരോ സമയത്ത് ഓരോ കാലഘട്ടത്തിൽ ഓരോ സാഹചര്യങ്ങളിലായിരിക്കുന്നവരെ, ഇപ്പോൾ ഷൈജുബേറിൻ്റെ സാക്ഷ്യം കേട്ടു, സിസ്റ്ററിൻ്റെ സാക്ഷ്യം കേട്ടു, അമ്മയുടെ സാക്ഷ്യം, കുഞ്ഞുങ്ങളുടെ സാക്ഷ്യങ്ങളെല്ലാം, അമ്മ ആ ഒരു മോൻ്റെ രോഗാവസ്ഥയായിട്ടൊക്കെ കഷ്ടപ്പെടുന്ന സമയത്ത് പ്രാർത്ഥനയിലൊക്കെ കടന്നു ചെല്ലാനും, അങ്ങനെ ദൈവം ഓരോരുത്തരെ ആവശ്യത്തിലുള്ളവരെ സന്ദർശിക്കുന്ന ഒരു കർത്താവ്. അതാണ് നമ്മൾ വചനത്തിലുടനീളം കാണുന്നത്. ആവശ്യത്തിലുള്ളവരെ, വിശക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം, നിറഞ്ഞിരിക്കുന്നവരെയൊക്കെ ദൈവം വെറുതെ അയക്കുന്നു. അപ്പം നമ്മളത് വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് യോഹന്നാൻ 16-ലേക്ക് നമുക്ക് വരാം. ലൂക്കോസ് 1:53 നമ്മളിങ്ങനെ വായിക്കുന്നത്, വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ച് കളഞ്ഞിരിക്കുന്നു. അതെ, വിശന്നിരിക്കുന്നവരെ, അത് പല ആവശ്യബോധത്തിൽ, ഇപ്പോൾ മക്കളുടെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ തന്നെയുള്ള പരാജയങ്ങളുടെ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അവിടെ നമുക്കൊരു വിശപ്പുണ്ടാകാൻ, ആത്മീയമായിട്ടൊരു വിശപ്പുണ്ടാകാൻ കർത്താവ് അതിലൂടെ എല്ലാം നമ്മെ വഴി നടത്തുന്നു. അപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ലോകത്ത് ഇത്രയും കഷ്ടപ്പാട് എന്തിനാ, അല്ലെങ്കിൽ ഇത്രയും രോഗങ്ങൾ എന്തിനാ, ഇത്രയും കഷ്ടങ്ങൾ എന്തിനാ? പക്ഷേ നമ്മളെ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ നിറവോട് നിറയ്ക്കണമെങ്കിൽ നമ്മളിൽ തന്നെ ഒരു ശൂന്യത ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായാലേ ദൈവത്തിൻ്റെ നിറവ് നമ്മളിലേക്ക് നിറയത്തുള്ളൂ. ഇപ്പം ഞാൻ തന്നെ സാക്ഷ്യം പറയുമ്പോഴെപ്പോഴും ഞാൻ പറയാറുണ്ട്, ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന ആൾ, എന്നാൽ വലിയ വലിയ തത്വചിന്തയും കാര്യങ്ങളും ആത്മീയമെന്ന് ഞാൻ ചിന്തിക്കുന്ന തരത്തിലുള്ള വലിയ വലിയ മതഭക്തിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന സമയത്തും ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു ശൂന്യത, അതിനെക്കുറിച്ച് ദൈവം തന്നെ ഇത്രയൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള ഒരു സമാധാനമില്ല, യഥാർത്ഥത്തിലുള്ള ഒരു സന്തോഷമില്ല. അങ്ങനെ ഒരു വിശന്നിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവരുടേതാണ് സ്വർഗരാജ്യം എന്ന കർത്താവ് മത്തായി 5-3 വാക്യത്തിൽ പറയുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പല വിശപ്പിൻ്റെ, ആത്മീയമായിട്ടുള്ളൊരു വിശപ്പിൻ്റെ ദാഹത്തിൻ്റെ അവസ്ഥയിലോട്ട് കൊണ്ടുവരുമ്പോഴേ കർത്താവിന് നിറയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളങ്ങ് ഇപ്പം നമ്മൾ നല്ല ഫുൾ ലഞ്ചൊക്കെ കഴിച്ചിട്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് അതെ ഇതും കൂടെ കഴിച്ചു എന്ന്, ഒരു ബിരിയാണി പാക്കറ്റ് ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ അറിയാം, ഇപ്പം കഴിച്ചതേ ഉള്ളൂ, ഇനി വൈകിട്ടത്തേക്കാണെങ്കിൽ വേണമെങ്കിൽ കഴിക്കാം, വിശപ്പൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ നമുക്ക് വിശപ്പുള്ളപ്പോഴേ നമുക്ക് ഇനിയിപ്പോൾ എത്ര രുചികരമായ ഭക്ഷണം എന്ന് പറഞ്ഞാലും നമുക്കത് കഴിക്കാൻ പറ്റത്തുള്ളൂ. അതാ ഇവിടെ ലൂക്കോസ് 1:53 അവിടെ വേറെ ആരുമല്ല പറയുന്നത്, കർത്താവിൻ്റെ അമ്മയായിട്ടുള്ള മറിയം കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പറയും. അത് യഥാർത്ഥത്തിൽ ഹന്ന, ശമൂവേലിൻ്റെ അമ്മയായിട്ടുള്ള ഹന്നയും അതുപോലൊരു ആവശ്യത്തിലായിരുന്നു. തനിക്കൊരു മകനില്ല എന്നുള്ള വലിയൊരു വിഷമത്തിലായിരിക്കുന്ന സമയത്ത് ഹന്നയെ ദൈവം സന്ദർശിക്കുമ്പം 1 ശമൂവേൽ 2:5 ഹന്ന പറയുന്നൊരു കാര്യമാണ് നമ്മളിവിടെ ലൂക്കോസ് 1:53 വാക്യത്തിൽ, വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മളിൽ തന്നെ നമ്മൾ സമ്പന്നരായിട്ട് ബലവാന്മാരായിട്ട് ആയിരിക്കുമ്പോൾ ദൈവത്തിന് നമുക്ക് പിന്നെ കൂടുതലൊന്നും തരാനില്ല, നീ ഓൾറെഡി നിറഞ്ഞിരിക്കുക, അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം വിശക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറയും. കൊച്ചുങ്ങളെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കഴിച്ച് ഫുള്ളായിട്ടിരിക്കുമ്പോൾ പിന്നെ അവർക്ക് എത്ര ആഹാരം കൊടുത്താലും ഒന്നും വേണ്ട, ഇനിയിപ്പം വിശക്കുമ്പോൾ ഞങ്ങൾ വന്ന് കഴിച്ചോളാന്ന് അവർ പറയുന്നു പറഞ്ഞതുപോലെയുള്ളൊരു അവസ്ഥയെ. അപ്പം 1 ശമൂവേൽ 2:5 വാക്യത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് പോവുകയാണെങ്കിൽ 1 ശമൂവേൽ 2:5 സങ്കീർത്തനത്തിൽ അതുപോലൊരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. 1 ശമൂവേൽ 2-ാം അധ്യായത്തിൽ അവിടെ ഹന്നയുടെ പ്രാർത്ഥന നമുക്ക് അറിയാം, സഹോദരിമാരുടെ പ്രാർത്ഥന, അവരുടെ നിലവിളിയൊക്കെ കർത്താവ് എത്രയധികം വിലമതിക്കുന്നു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഹാഗാറിൻ്റെ പ്രാർത്ഥന കേട്ട ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ 1 ശമൂവേൽ 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, സമ്പന്നർ ആഹാരത്തിനായി കൂലിക്ക് നിൽക്കുന്നു, വിശന്നവർ വിശ്രമം പ്രാപിക്കുന്നു, മച്ച് 7 പ്രസവിക്കുന്നു, പുത്രസമ്പന്നയോ ക്ഷയിച്ചു പോകുന്നു എന്നുള്ള കാര്യം ദൈവം ആ ഒരു വിശന്നിരിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കർത്താവിൻ്റെ ആ ഒരു കരുണയാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ താഴോട്ട് 1 ശമൂവേലിൽ തന്നെ അതിൻ്റെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ, യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. ആരെ താഴ്ത്തുന്നു ആരെ ഉയർത്തുന്നു എന്നാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ 8-ാമത്തെ വാക്യത്തിൽ, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തിക്കുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. എന്തിനു വേണ്ടിയാ? പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തുവാനും മഹിമാസനം
അവകാശമായി നൽകുവാനും തന്നെ ഭൂതരങ്ങൾ, അതായത് പില്ലേഴ്സ് ഓഫ് ദ എർത്ത്, ഭൂതരങ്ങൾ അതായത് ഭൂമിയുടെ തൂണുകൾ, ഭൂതരങ്ങൾ യഹോവയ്ക്കുള്ളവ, ഭൂമണ്ഡലത്തെ അവയുടെ മേൽ വെച്ചിരിക്കുന്നു. അങ്ങനെ അത്ര സർവശക്തനായ ദൈവം ഭൂമിയെ ദൈവം ഭൂതരങ്ങൾ ഓരോ പില്ലേഴ്സ് വെച്ചിരിക്കുന്നത് പോലെ ഭൂമണ്ഡലത്തെ അതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ദൈവം, അത്ര വലിയവനായ ദൈവം അത് നമ്മളുടെ ആത്മാവിൽ, നമ്മൾ ഭൗതികമായിട്ട് സമ്പത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വലിയ കാര്യമില്ല. എന്നാൽ ആത്മാവിൽ നമ്മളുടെ ആത്മാവിൽ നമ്മൾ ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയായിട്ട് കമ്പയർ ചെയ്യുമ്പം, കർത്താവേ ഞാനൊരു വട്ടപൂജ്യമാണ്, എനിക്കൊരു വിശപ്പുണ്ട്, എനിക്കൊരു ദാഹമുണ്ട്, എനിക്കൊരു ആവശ്യകതയുണ്ട്. അത് നമ്മൾ രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പാവട്ടെ രക്ഷയിലേക്ക് വന്നതിന് ശേഷവും നമ്മളങ്ങ് ഒരു നിറവിൻ്റെ നമ്മളിൽ തന്നെ ഒരു നിറഞ്ഞൊരു അവസ്ഥയിലേക്ക് വരാം. അതാ സമ്പന്നന്മാർക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്ന എത്ര പ്രയാസം എന്ന് കർത്താവ് പറയുന്നത്. നമ്മളിൽ തന്നെ ഇപ്പം നമുക്ക് എത്ര സമ്പത്തോ കാര്യങ്ങളോ ഒക്കെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളിൽ തന്നെ കർത്താവേ ഞാൻ അവിടുത്തെ സമ്പത്തുമായിട്ട്, അവിടുത്തെ സകല സമ്പൂർണ്ണതയോട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും ദരിദ്രനാണ്, ഞാൻ ഏറ്റവും ആവശ്യത്തിലാണ്, ഞാൻ ആത്മാവിൽ ദരിദ്രനാണെന്ന് പറഞ്ഞ ഒരു ആവശ്യബോധത്തോടെ നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് നമ്മളെ നിറയ്ക്കുന്ന ഒരു കർത്താവ്. അതുപോലെ തന്നെ നമ്മൾ സങ്കീർത്തനം 107:9 ഇതുപോലൊരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനം 107 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നത്? അവൻ ആർത്തി ഉള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ഹി ഹാസ് സാറ്റിസ്ഫൈഡ് ദ തേഴ്സ്റ്റി സോൾ ആൻഡ് ദ ഹംഗ്രി സോൾ ഹി ഹാസ് ഫിൽഡ് വിത്ത് വാട്ട് ഈസ് ഗുഡ്. ആ ഒരു ആർത്തി നമ്മളിപ്പോൾ എന്തൊരു ചിലർ ഭക്ഷണം കഴിയുമ്പോൾ എന്തൊരു ആർത്തി എന്ന് ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും പറയുന്നത്. ദൈവത്തിൻ്റെ കാര്യത്തോട് വരുമ്പോൾ നമുക്കൊരു ആർത്തി വേണം, ഒരു ആക്രാന്തം വേണം എന്നൊക്കെ ഞാൻ ചിലപ്പം പറയാറുണ്ട്. ആക്രാന്തമേ അതിന് ആ ഒരു കർത്താവിൻ്റെ വചനത്തിനായിട്ടുള്ളൊരു ആക്രാന്തം, ഒരു ആർത്തി. അവൻ ആർത്തി ഉള്ളവനെ തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്തു. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ആ നന്മയും ദയയും അവിടുത്തെ ആ സകല സമ്പൂർണ്ണതയിലേക്ക് നോക്കുമ്പോൾ കർത്താവേ ഞാൻ എത്ര കുറവുള്ളവനാണെന്ന് നമ്മളിന്ന് തിരിച്ചറിയുവാണെങ്കിൽ നമ്മളെ ദൈവം നിറയ്ക്കും. ഇപ്പം നമ്മൾ യോഹന്നാൻ 16 ഇപ്പം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ആ പോർഷനിലെ ഒരു വാക്യം ഇന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന ഇന്നലെ രാത്രിയിൽ ഞാൻ ആ പോർഷൻ ഒന്നോട്ടൊന്ന് വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ 16 യോഹന്നാൻ്റെ സുവിശേഷം 16 നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വചനഭാഗം, അവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 20 വാക്യത്തിൻ്റെ അവസാനം, യോഹന്നാൻ 16:20 അവസാനം എന്താ പറയുന്നത്? 20 അവസാനം പറയുന്നത്, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷകരമായി തീരും. യുവർ ഗ്രീഫ് വിൽ ബി ടേൺഡ് ഇൻ ടു ജോയ് എന്നുള്ളൊരു കാര്യം കർത്താവ് ശിഷ്യന്മാരോട്, തനിക്കായിട്ടെല്ലാം വിട്ടുവന്ന ആ ശിഷ്യന്മാരോട്, തനിക്കായിട്ടെല്ലാം സമർപ്പിച്ച ആ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നൊരു കാര്യം. ഇപ്പം തന്നെ അമ്മ സാക്ഷ്യം പറഞ്ഞപ്പം അതായത് എനിക്ക് യേശുവിനായിട്ട് സമ്പൂർണ്ണമായിട്ടും ജീവിക്കണം. നമുക്ക് ദൈവം ഓരോ കാര്യത്തിൽ ഓരോ തരത്തിലുള്ള വെളിച്ചത്തിൻ്റെ അളവൊക്കെ വളരെ വ്യത്യാസമായിരിക്കും. എന്നാൽ നമുക്കുള്ള വെളിച്ചത്തിൽ കർത്താവെ എനിക്ക് സമ്പൂർണ്ണമായിട്ട് യേശുവിന് വേണ്ടി ജീവിക്കണം. അങ്ങനെ ഇറങ്ങിത്തിരിച്ച 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. യൂദാസ് കുറ്റി കൊടുക്കാൻ വേണ്ടി രാത്രിയിലേക്ക് പോയതിന് ശേഷം ബാക്കിയുള്ള 11 ശിഷ്യന്മാരോട് കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രിയിൽ കർത്താവ് ശിഷ്യന്മാരുമായിട്ട്, നമുക്കറിയാം അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ എപ്പോഴും നമ്മൾ പറയുന്നത്, യോഹന്നാൻ 13 മുതൽ നമ്മൾ വായിക്കുമ്പം കർത്താവിൻ്റെ അന്ത്യത്താഴം, കർത്താവ് ശിഷ്യന്മാരോടൊരു സ്നേഹവിരുന്നുണ്ണുന്നു. അവിടെ അവരുടെ ശിഷ്യന്മാരുടെ കാല് ആദ്യം കഴുകുന്നു, അതിനുശേഷം അവർക്ക് അപ്പം മുറിച്ചു കൊടുക്കുന്നു. യൂദാസ് ഒരു കൂസലുമില്ലാതെ അപ്പമൊക്കെ വാങ്ങി തിന്ന് അവനങ്ങ് ഇരുട്ടിലേക്ക് പോയി ഊറ്റി കൊടുക്കാനായിട്ട് പോയി എന്നൊക്കെ യോഹന്നാൻ 13:30 നമ്മൾ വായിക്കുന്നു. അതിനുശേഷമുള്ള ബാക്കിയുള്ള 11 ശിഷ്യന്മാരെന്ന് പറയുമ്പം അന്ന് കർത്താവിനായിട്ട് ഇറങ്ങിത്തിരിച്ച അനേകരുണ്ടായിരുന്നു. ഓഫ്കോഴ്സ് പല സഹോദരിമാരും ഒക്കെ ഉണ്ട്, അവർ ഈ കൂട്ടത്തിലില്ലെങ്കിൽ പോലും ആ കർത്താവിനായിട്ട് ഇറങ്ങിത്തിരിച്ച ആ 11 ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ അവർ പിന്നീട് ലോകത്തെ കിഴിമയം മറിക്കാൻ ദൈവം ഉപയോഗിച്ച ശിഷ്യന്മാരാണ്. അപ്പം അവർ കർത്താവിനായിട്ട് എല്ലാം ഇറങ്ങിത്തിരിച്ച കാര്യങ്ങളാണ്. എന്നാൽ അവർക്ക് കർത്താവ് താൻ പോവുകയാണ്, പരിശുദ്ധാത്മാവിനെ അയക്കും എന്നൊക്കെ പറയുമ്പം അവർക്ക് അങ്ങ് ദഹിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ പരിശുദ്ധാത്മാവിനെ എത്ര സഹായകനെ അയക്കുമെന്ന് പറഞ്ഞാൽ യേശുവിനെ പോലെ ഇനി ആരാ ഉള്ളേ? യേശു അങ്ങ് പോയിട്ട് ഇപ്പോൾ ഇപ്പം പറയുക, ഞാൻ പോയിട്ട് ഞാൻ വേറെ ഒരാളെ എനിക്ക് പകരമായിട്ട് അയക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളിപ്പോൾ ഗൾഫിൽ പോകുന്ന സഹോദരങ്ങളുണ്ട്, ഇപ്പോൾ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കത് വേറെ കർത്താവിന് പകരമായിട്ട് അവർക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ആ ഒരു അളവിൽ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ചെറിയ അനുഭവങ്ങളൊക്കെ അതിനു മുമ്പ് തന്നെ കർത്താവ് കൊടുത്തായിരുന്നു. അവരുടെ മേൽ ആത്മാവിനെ അഭിഷേകം കൊടുത്ത് അവരെ ഭൂതങ്ങളെ പുറത്താക്കാനും പല അത്ഭുതങ്ങൾ ചെയ്യാനും ഒക്കെ ദൈവം അവരെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. എങ്കിലും പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വരുന്ന തരത്തിലുള്ള ഒരു അനുഭവം അതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പോവുകയാണ് സഹായപ്രദനെ അല്ലെങ്കിൽ ആശ്വാസപ്രദനെ
സഹായകനെ, കാര്യസ്ഥനെ, സത്യാത്മാവിനെ അയക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ ഹൃദയത്തിൽ വല്ലാതെ ദുഃഖമാണ്. അപ്പം കർത്താവ് അവരോട് പറയുന്ന ഒരു വാക്കാണ് നമ്മളിപ്പം വായിച്ച യോഹന്നാൻ 16:20 വാക്യത്തിൻ്റെ അവസാനം. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും, സന്തോഷകരമായി തീരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവൻ 22 വാക്യത്തിൻ്റെ അവസാനവും പറയുന്നുണ്ട്. അവസാനം എന്താ? നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല എന്ന് പറയുന്നുണ്ട്. അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇൻ ദാറ്റ് ഡേ എന്ന അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ, അന്ന് 23 വാക്യത്തിൽ അന്നെന്ന് പറയുമ്പോൾ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളത്തിൽ വന്ന് നിറയുമ്പോൾ ഉള്ള ഒരു കാര്യമാണ് കർത്താവ് പറയുന്നത്. അന്ന് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ബാക്കി എന്തെല്ലാം സാഹചര്യങ്ങളോ ചിലപ്പോൾ ഇപ്പം രോഗാവസ്ഥകൾ, ചില ഇപ്പം തന്നെ നമുക്കറിയാം, ഇപ്പം നമ്മൾ സാക്ഷ്യം കേട്ടോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ശരീരം തളർന്നിരിക്കുന്ന അവസ്ഥയോ വേറെ പല പ്രതികൂലമായിട്ടുള്ള പല അവസ്ഥകളോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴും എന്നാൽ അതെല്ലാം മറികടന്നുള്ള ഒരു സന്തോഷം, ആ സാഹചര്യങ്ങളെല്ലാം മറികടന്നുള്ള ഒരു ദൈവത്തിൻ്റെ സകല ബുദ്ധിയും കവിയുന്നൊരു ദൈവിക സമാധാനം, സ്വർഗീയ സമാധാനം എന്നൊക്കെ നമ്മൾ ഫിലിപ്പിയർ 4:7 വാക്യത്തിൽ വായിക്കുന്നത് പോലെ സകല ബുദ്ധിയും കവിയുന്നൊരു സമാധാനം. ബുദ്ധിക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ശരിയായിട്ടിരിക്കുമ്പോൾ സമാധാനം ഉള്ളത് ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സമാധാനമാണ്. അത് ദേഹിയിൽ ഉള്ളൊരു സമാധാനം, കുഴപ്പമില്ല. എന്നാൽ ആത്മാവിലുള്ള എല്ലാം ബുദ്ധിയും കവിയുന്ന ആത്മാവിൻ്റെ തലത്തിലുള്ള അതിവിശുദ്ധ സ്ഥലത്തുള്ള ആത്മാവിൻ്റെ തലത്തിലുള്ള ഒരു ദൈവത്തിന് തരാൻ കഴിയുന്നൊരു സമാധാനമുണ്ട്. സകല അത് നമുക്ക് രോഗാവസ്ഥകൾ കാണും, പല ബലഹീനതകൾ കാണും, പല പരിമിതികൾ കാണും, പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാണും, പലതരത്തിലുള്ള ഞെരുക്കങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പല പ്രാർത്ഥനകൾ ദൈവം ഇനിയും ആൻസർ ചെയ്യാനുള്ളതായിട്ട് കാണും. നമ്മൾ പല വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും കർത്താവ് ഇത് ഇനിയും അവിടുന്ന് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിട്ടില്ലല്ലോ. നമ്മളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകൾ കാണും. കർത്താവ് അവർ സ്നാനപ്പെടണം, ഇവർ വിശ്വാസത്തിലേക്ക് വരണം, ഇവർ വിശ്വാസത്തിൽ ഉറയ്ക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ കർത്താവ് ചില പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള നമുക്ക് പല ഭാരങ്ങളും കാണും. എന്നാൽ ആ കാര്യങ്ങളൊക്കെ പ്രയേഴ്സൊക്കെ അൺആൻസേർഡ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥനകളൊക്കെ എല്ലാം ഫുൾ ആൻസറൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സന്തോഷം ആവും എന്നുള്ളതല്ല, നിനക്ക് സന്തോഷം വരും എന്നുള്ള കാര്യമല്ല. എന്നാൽ പല കാര്യങ്ങളുമൊക്കെ അൺആൻസേർഡ് ഒക്കെ ആയിട്ടിരിക്കും. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പം എപ്പോഴാണ് ദൈവത്തിൻ്റെ സമയത്ത് ആ ദൈവം എല്ലാം മനോഹരമായിട്ട് ആക്കി തീർക്കുന്നത്. എന്നാൽ അതൊക്കെ ആയിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നിനക്ക് നിന്റെ ദുഃഖം സന്തോഷമായി തീരും എന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ലോട്ടറി അടിക്കുമെന്നോ അവർ പെട്ടെന്ന് കോടീശ്വരന്മാരാവും എന്നുള്ളതല്ല. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിലേക്ക് വന്ന് നിറയും. ആ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ്, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം നമ്മളുടെ ഉള്ളിൽ വന്ന് നിറയുന്നെന്ന് പറഞ്ഞാൽ എന്തുവാ? വെച്ചാൽ ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ വലിപ്പം. ഇപ്പം നമ്മൾ കായംകുളത്തു നിന്ന് മണ്ണടി വരാൻ തന്നെ എത്ര ദൂരം നമ്മൾ ഇത്രയും ദൂരം താണ്ടിയാണല്ലോ ഈ സഹോദരങ്ങൾ അവിടെ വരുന്നതെന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ പറയുകയാണ്. വെച്ചാൽ ഈ ഭൂമിയിൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു രാജ്യമൊന്നുമില്ല. ഇന്ത്യക്കാട്ടിൽ എത്രയോ വലിയ രാജ്യങ്ങളാണ് ചൈനയും റഷ്യയും USA ഒക്കെ. അപ്പോൾ ഇന്ത്യ രാജ്യം തന്നെ ചെറിയൊരു രാജ്യം, അതിനകത്തൊരു ഇട്ടാവട്ടമുള്ളൊരു സംസ്ഥാനമേ ഉള്ളൂ കേരളത്തിലുള്ള ഒരു ചെറിയ ജില്ലയാണ് ഈ പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലമൊക്കെ ഇങ്ങനെ കൂടിച്ചേരുന്ന ഈ ഒരു സ്ഥലം. അപ്പോൾ അതിനകത്ത് നിന്ന് അവിടുന്ന് ഒരു ഇവിടം വരെ ഇത്രയെന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇത്രയും വലിയ ദൂരം. അപ്പോൾ ഇതെല്ലാം സൃഷ്ടിച്ചവനായ ആ ഒരു സർവശക്തനായ ദൈവം വാക്കിനാൽ ഇതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഇതെല്ലാം ഉരുവാക്കിയ ഒരു ദൈവം, എത്ര വലിയ ദൈവം. നമുക്കിന്ന് ആലോചിച്ചാൽ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് ഒരിടത്തേക്ക് വരണമെങ്കിൽ തന്നെ നമുക്ക് എത്ര ട്രാവൽ ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം സൃഷ്ടിച്ച് അപ്പോൾ ഈ കേരളത്തിൻ്റെ ഇപ്പം ഈ കുറച്ച് നമ്മളുടെ ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ടയൊക്കെ ബോർഡറാണെന്ന് തോന്നിയത് അല്ലേ? ഇത് പത്തനംതിട്ട ജില്ലയായിട്ട് വരും അല്ലേ? ബോർഡറായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ഥലം തന്നെ ഇത്ര ദൂരമായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ കേരളം എന്ന് പറഞ്ഞപ്പോൾ എത്ര വലുതാ, അപ്പോൾ ഇന്ത്യ എത്ര വലുതാ, അപ്പോൾ ഈ ലോകത്തിലെ രാജ്യങ്ങളുടെ വലിപ്പം എന്തുമായിരിക്കും? ആ ഭൂമിയിലെ 1/3 മാത്രമേ കരയുള്ളൂ, 2/3 കടല. ഇതെല്ലാം സൃഷ്ടിച്ച വലിയൊരു ഗോളമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്ന ഭൂമി. എന്നാൽ സൗരയൂഥത്തോട് കമ്പയർ ചെയ്യുമ്പോൾ ഭൂമി ഒരു ഇട്ടാവട്ടേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള ആകാശഗംഗയും വലിയ വലിയ ഗാലക്സീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പെയിൽ ബ്ലൂ ഡോട്ട് ഇത്രയേ ഉള്ളൂ, ഒരു കുത്തുകുത്താനുള്ളതേ ഉള്ളൂ. ആ ഒരു പ്രപഞ്ചത്തിൻ്റെ വലിപ്പമുള്ള എന്ന് പറയുമ്പോൾ അവർ കുത്തുകുത്താൻ പോലും ഇല്ലാത്ത വലിപ്പമാണ് ഭൂമിക്കുള്ള. അപ്പോൾ ഇതെല്ലാം സൃഷ്ടിച്ചവനായ ആ ദൈവം തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവായിട്ട് നമ്മളുടെ ഉള്ളിൽ വന്ന് നിറയുന്നത്. അപ്പം പിന്നെ അത് എന്തുമായിരിക്കും? അതിൽ പരം എന്തായാലും സന്തോഷമല്ലേ? അതാ പറയുന്നത്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷകരമായി തീരും
അത് കഴിഞ്ഞിട്ട് 22-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം നമ്മൾ വായിച്ചത് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. അത് കഴിഞ്ഞിട്ട് 22-ാമത്തെ വാക്യം ഞാൻ വായിക്കുക. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട്. ശരിയാണ്, കർത്താവ് പോവാന്നൊക്കെ പറയുമ്പോൾ ദുഃഖമുണ്ട്. നമുക്കും പല കാര്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്. നമ്മൾ ശരിയാ, മനുഷ്യരാ, ഇപ്പോൾ നമുക്ക് ദുഃഖമുണ്ട്. എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. അപ്പോൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവരെ കാണുന്നുണ്ട് സ്വർഗ്ഗാരോഹണത്തിന് മുമ്പായിട്ട്. എന്നാൽ കർത്താവ് ആ കാണലിനെ കുറിച്ചുമല്ല പറയുന്നേ. എന്ന് പറഞ്ഞാൽ ആ നാളിൽ നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല എന്നാണ് കർത്താവ് അവിടെ 23-ാമത്തെ വാക്യത്തിൽ. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവിനോട് അവർ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ സ്വർഗാരോഹണം കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്ന് നിറഞ്ഞ് അവര് ദൈവാത്മാവിനെ നിറഞ്ഞപ്പോൾ, യഥാർത്ഥത്തിലുള്ള ഒരു ദൈവാത്മാവിൻ്റെ ഒരു നിറവ് അവർക്ക് അനുഭവിച്ചപ്പോൾ അവർക്ക് പിന്നെ ചോദ്യങ്ങളൊന്നുമില്ല. അവിടെ സന്തോഷമാണ്, അവിടെ വലിയൊരു ആഘോഷവും സന്തോഷവും വലിയൊരു പ്രത്യാശയും. ശരിയാണ്, അവർക്ക് തലപോകുന്ന തരത്തിലുള്ള പ്രതികൂലങ്ങൾ അവരുടെ ചുറ്റും ഉണ്ടായിരുന്നേ. ബാക്കി എല്ലാ യഹൂദന്മാരും വലിയ പ്രമാണിമാരും ഒക്കെ ഇവരെ എങ്ങനെങ്കിലും കൊന്നൊടുക്കണം, ഇവരുടെ വായടപ്പിക്കണമെന്നും പറഞ്ഞ് വലിയ പ്രതികൂലങ്ങളും വലിയ സ്ഫോടനങ്ങൾ എന്ന് പറഞ്ഞാൽ അതുപോലെ വലിയ വലിയ കാര്യങ്ങളും വലിയ വലിയ തീരുമാനങ്ങളും ഒക്കെ അവിടെ വന്ന് കൗൺസിലും ഒക്കെ കൂടി യഹൂദ പ്രമാണിമാരും മഹാപുരോഹിതന്മാരും ഒക്കെ എടുക്കുന്നത്. പക്ഷേ അവരെ വിളിച്ച് ചാട്ടവരട്ട് അടിക്കുന്നതും അവരെ ജയിലിലാക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നാൽ അവിടെ എല്ലാം സന്തോഷത്തോടെ നമ്മുടെ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുവാണെങ്കിൽ അവിടെ അവര് സന്തോഷത്താൽ നിറഞ്ഞു വന്നു എന്നുള്ളൊരു വാക്യം ഒരു അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ, അത് ഏത് അധ്യായത്തിൽ? അതെ, 13-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന് 52-ാമത്തെ വാക്യം. അവിടെ നമ്മുടെ ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. കർത്താവ് പറഞ്ഞ അത്ര അന്വർത്ഥമായി. നിങ്ങളുടെ സന്തോഷം ആർത്തും എടുത്തുകൊണ്ട് പോകാനൊക്കത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 13-ന്റെ 52-ാമത്തെ വാക്യം, ശിഷ്യന്മാർ സന്തോഷവും, അതായത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീർന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ സന്തോഷം ഉണ്ടെന്ന് നമുക്കറിയാം. എന്താണെന്ന് വെച്ചാൽ ഗലാത്യർ 5:22 പരിശുദ്ധാത്മാവിന്റെ ഫലമായിട്ട് എന്താ നമ്മൾ വായിക്കുന്നത്? സ്നേഹം, സന്തോഷം, സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞെന്ന് പറഞ്ഞാൽ തന്നെ അവിടെ സന്തോഷം നിറഞ്ഞെന്ന് നമുക്കറിയാം. എന്നാൽ പരിശുദ്ധാത്മാവ് തന്നെ വ്യക്തമായിട്ട് കുറച്ചുകൂടെ ഊന്നൽ നൽകി പറയും. എന്താ വെച്ചാൽ സാഹചര്യങ്ങൾ നോക്കിയാൽ അവർ ദുഃഖിച്ചിരിക്കേണ്ടവരാ, അവർക്ക് വലിയ പ്രയാസങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. ആൻഡ് ദ ഡിസൈപ്പിൾസ് വേ, ഇംഗ്ലീഷിൽ ഇങ്ങനെ വായിക്കുന്നത്, ദേ വർ കണ്ടിന്യൂവലി ഫിൽഡ് വിത്ത് ജോയ് ആൻഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ഇടയ്ക്ക് കുറച്ച് നേരത്തേക്ക് ഒരു സന്തോഷം, പിന്നെ അങ്ങ് ദുഃഖം, ഇങ്ങനെ ഈ വേവ്സ് മാതിരി അങ്ങനെയല്ല, കണ്ടിന്യൂവലി നിരന്തരമായിട്ടുള്ള സന്തോഷത്താലും പരിശുദ്ധാത്മാവിനും അഗ്നിയാലും അഭിഷേകം ചെയ്യുന്നൊക്കെ കർത്താവ് യോഹന്നാൻ സ്നാപകനും കർത്താവും ഒക്കെ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ അഗ്നിയാൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ അവിടെ അഗ്നിയോട് ഉപമിച്ചിരിക്കുക എന്ന് പറയുന്നത് പോലെ സന്തോഷത്താലും പരിശുദ്ധാത്മാവിനാലും, ഇപ്പം തന്നെ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും എന്നൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ സ്തെഫാനോസിനെ കുറിച്ച് വായിക്കുമ്പം അവിടെ നമ്മൾ വായിക്കുന്ന ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാ. എന്നാൽ അവിടെ ഒരു പരിശുദ്ധാത്മാവ് അതിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടെ എടുത്തു പറയുക. അപ്പോസ്തല പ്രവൃത്തി 6:5 ഓർക്കാൻ എളുപ്പം, ഓറഞ്ച് എന്ന് ഓർത്താൽ മതി. 6-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യമാണ്. അങ്ങനെ ഞാൻ ആ വാക്യം ഓർക്കുന്നത്. സ്തെഫാനോസിന് സ്റ്റീഫന്റെ കാര്യമാണ് പറയുന്നത്. ഈ വാക്ക് കൂട്ടത്തിലൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്. അപ്പം അവിടെ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞാണെന്നല്ല വിശ്വാസം. അവിടെ ശരിയാണ്, സ്തെഫാനോസിന് സന്തോഷമെല്ലാം ഉണ്ട്. എന്നാൽ അവിടെ പരിശുദ്ധാത്മാവ് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വിശ്വാസം. പരിശുദ്ധാത്മാവിന്റെ ഫലം തന്നെയാണ് വിശ്വാസം എന്ന് നമുക്കറിയാം. വിശ്വസ്തത എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പിസ്റ്റസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദം കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് വിശ്വാസം, ഫെയ്ത്ത്ഫുൾനെസ് എന്നാണ്. NASBയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും KJVയിലും ബാക്കി തമിഴ് ബൈബിളിലും ഒക്കെ വിശ്വാസം എന്ന ഫെയ്ത്ത് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അവിടെ ഗലാത്യർ 5:22-23 വാക്കുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത്ഫുൾനെസ് എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് NASB എന്ന്. ഫെയ്ത്ത് എന്നും, അതായത് വിശ്വാസം, ഫെയ്ത്ത്ഫുൾനെസ്, ജെന്റിൽനെസ്, സെൽഫ് കൺട്രോൾ എന്ന് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം വിശ്വസ്തത എന്ന് പറയുമ്പോൾ വിശ്വാസം. അപ്പം അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെയായിട്ട് കമ്പയർ ചെയ്തെന്ന് പറഞ്ഞാൽ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ. അത് കഴിഞ്ഞിട്ട് പിന്നെ 10-ാമത്തെ വാക്യത്തിൽ എന്നാൽ ഇവൻ 6:10 അപ്പോസ്തല പ്രവൃത്തി 6:10 എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവിനോടും, പരിശുദ്ധാത്മാവിനോട്
എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൽ അവിടെ ജ്ഞാനത്തെ ഒന്നുകൂടെ എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുക. ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ നമ്മളിപ്പം അപ്പോസ്തലഗീത 13-ാം അധ്യായത്തിന് അവസാനം 52 വായിച്ച ആ ഒരു സന്തോഷം, ആ ഒരു കാര്യമാണ് വെച്ചാൽ ഇവിടെ നമ്മൾ തിരിച്ച് യോഹന്നാൻ 16 വരുമ്പം ഇവർ ദുഃഖിച്ചിരിക്കുവാണ് ഇപ്പം ഈ കോണ്ടെക്സ്റ്റിൽ. എന്ന് പറഞ്ഞാൽ കർത്താവ് പോകാൻ പോവാന്ന് പറയുക, എത്രയൊക്കെ ആശ്വസിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഈ പിള്ളേരോട് പറയുക, അച്ഛനും അമ്മയും ഇപ്പം പോയിട്ട് വരാം, ഇങ്ങനെ നിങ്ങൾ വിഷമിക്കണ്ട, ഇവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഹെൽപ്പിനായിട്ടൊക്കെ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ അയ്യോ പാവെന്ന് പറഞ്ഞ് വലിയ വിളിച്ച് പാവിട്ട് കരയാ, പാപ്പയും അമ്മയും ഇവിടെ നിന്നാൽ മതി, വേറെ ആരും നിന്നാലും ഇതിന് പകരമാകത്തില്ലെന്ന് പറഞ്ഞതുപോലെ കർത്താവ് കൊച്ചു കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കുന്നവണൊക്കെ അവരോട് പറയുക. ഈ യോഹന്നാൻ 16-ാം അധ്യായത്തിന് 6-ാമത്തെ ഭാഗത്തിൽ, എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു ഒക്കെ കർത്താവിന് അറിയാം, നിങ്ങൾ ദുഃഖിച്ചിരിക്കുവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പം മിക്കവാറും എനിക്ക് തോന്നുന്ന യോഹന്നാൻ്റെയും പത്രോസിൻ്റെയും ഒക്കെ കണ്ണൊക്കെ നിറഞ്ഞു കാണുമായിരിക്കും. കർത്താവ് ഒന്ന് കണ്ണുനീര് ഒന്ന് തുടച്ചുകൊണ്ടായിരിക്കും ഇത് പറയുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവ് ഞാൻ പോവാന്ന് പറയുന്നതിൽ നിങ്ങളുടെ ഹൃദയം ദുഃഖം നിറഞ്ഞിരിക്കുന്നു, എന്നാലും നിങ്ങളുടെ അഡ്വാൻറ്റേജിന് വേണ്ടി, നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ പ്രയോജനം എന്നുള്ള വാക്കൊക്കെ നമ്മൾ കണ്ടു. സിംഫേറോ എന്നുള്ളൊരു വാക്ക്, പ്രയോജനം, പ്രോഫിറ്റബിൾ. അതായത് കർത്താവ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ആ ഒരു സത്യം ഞാൻ ഒന്നുകൂടെ പറയൂ എന്ന് പറഞ്ഞാൽ, കർത്താവ് പോകുന്നു അവർക്ക് പ്രയോജനമാണെന്നാണ് കർത്താവ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കത് യുക്തി കൊണ്ട് ചിന്തിക്കുമ്പം കർത്താവ് ഇവിടെ അക്ഷരികമായിട്ട് കർത്താവ് ഇവിടെ ഒരു ചെയറിലിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷമാണോ കുറവ് സന്തോഷമാണോ? അതിനായിട്ട് പറയുക കർത്താവ് ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നോ അല്ല, കർത്താവിനെ അറിയത്തില്ല, കർത്താവ് ഇവിടെ ഇരിക്കുന്നതാണ് പ്രയോജനം നമ്മൾ തിരുത്തി പറയുന്ന. കർത്താവ് പറയുന്നത് എന്താ, ഞാൻ പോയിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലായിരിക്കുമ്പം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനെക്കാട്ടിൽ ഞാൻ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നതാ കൂടുതൽ പ്രയോജനം എന്നാണ് കർത്താവ് പറഞ്ഞു വരുന്നത്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലായിരിക്കുമ്പം കർത്താവിനെ ഒരേ സമയത്ത് തന്നെ എൻ്റെ ഉള്ളിലായിരിക്കാനൊക്കെ, ജേക്കബിന്റെ ഉള്ളിലായിരിക്കാനൊക്കെ, ജസ്വിൻ്റെയും ഷൈജുബറിൻ്റെയും അജുബറിൻ്റെയും പപ്പയുടെയും അതുപോലെ ഓരോരുത്തരുടെയും ഉള്ളിലായിരിക്കാൻ പറ്റും. മറ്റേ അടുത്തിരിക്കുവാണെങ്കിൽ എല്ലാവരും പറയും എൻ്റെ അടുത്ത് കർത്താവ് ഇരിക്കണം, അപ്പോൾ എല്ലാവരും കൂടെ കർത്താവിനെ അടുത്തിരിക്കാൻ അടിയാണ്ട് വരും. മറ്റേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കർത്താവുണ്ട്, നമ്മുടെ എല്ലാവരുടെയും അടുത്ത് കർത്താവുണ്ട്. അപ്പം ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. കർത്താവ് നമ്മളുടെ അടുത്ത ആക്ഷരികമായിട്ടൊരു ശരീരത്തോടെ ആയിരിക്കുന്നത് നല്ലത് തന്നെ, നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെ. പുനരുത്ഥാനത്തിൽ നമ്മൾ കർത്താവിനെ അങ്ങനെ കാണും എന്ന് കർത്താവ് പറയുവാണ്. ഞാൻ മേലെ പോയാലും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് പോയാലും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതായിട്ടും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നതായിട്ടും നിങ്ങളോട് ചേർന്നിരിക്കുന്നതായിട്ടും എല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാനൊക്കും. അതാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം. എന്ന് വെച്ചാൽ കർത്താവ് അവരുടെ ഉള്ളിലില്ലാതെ കർത്താവ് അവരുടെ കൂടെ ഇരുന്ന് ഇപ്പോൾ അവർക്ക് അധികം അത് പ്രയോജനപ്പെട്ടോ എന്ന് വെച്ചാൽ പ്രയോജനപ്പെട്ടു, എന്നാൽ അവരുടെ ഉള്ളത്തിലൊരു രൂപാന്തരം വരാൻ അത് പര്യാപ്തമല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും കർത്താവ് പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇടയ്ക്ക് കുശുകുശുപ്പുണ്ടായിരുന്നു. ആരാ വലിയവൻ, ആരാ ഇനി അടുത്ത ലീഡർ, ആരാ ഇനി ചാർജ് എടുക്കണ്ടേ എന്നുള്ള ചില വാഗ്വാദങ്ങളും തർക്കങ്ങളും. അതിനിടയ്ക്ക് ഇതൊക്കെ കേട്ടുകൊണ്ട് യോഹന്നാൻ്റെയും യാക്കോബിൻ്റെ അമ്മ വന്ന് റെക്കമെൻഡേഷനൊക്കെ പറഞ്ഞു, എൻ്റെ മക്കളെ അങ്ങോട്ട് അപ്രകീർത്തിക്കോണേ, ഞാൻ ഇങ്ങനെ കർത്താവിന് കുറച്ച് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ യോഹന്നാൻ്റെ യാക്കോബിൻ്റെ അമ്മ. അപ്പം കർത്താവ് എൻ്റെ റെക്കമെൻഡേഷൻ ഒന്ന് കേൾക്കണേ. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർക്ക് ശരി, അവർ ആത്മാർത്ഥതയുള്ളവരായിരുന്നു. എങ്കിൽ പോലും അവർക്ക് അവരുടെ ആ സ്വയത്തിൻ്റെ ചില ആ ഒരു നാറ്റം, അല്ലെങ്കിൽ സ്വയത്തിൻ്റെതായ ആ ഒരു സ്വയബലത്തിൻ്റെതായ ഒരു സ്വാർത്ഥതയുടേതായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വെളിച്ചമില്ലായിരുന്നു. അവർ ഏറ്റവും ആത്മാർത്ഥത, നമ്മളെക്കാട്ടിലൊക്കെ എത്രയോ ആത്മാർത്ഥതയോ ഹോൾ ഹാർട്ടഡ് ആയിട്ടുള്ളവരായിരുന്നു ശിഷ്യന്മാരൊക്കെ. ഈവൻ ഈ യോഹന്നാൻ്റെയും യാക്കോബിൻ്റെ അമ്മയൊക്കെ കർത്താവിൻ്റെ ആ ക്രൂശ് മരണത്തിൻ്റെ സമയത്തൊക്കെ ആ സഹോദരിമാരൊക്കെ കർത്താവിനെ അവിടെ ഗലീലയിൽ നിന്ന് വന്ന് പിന്തുടർന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരാരും മോശക്കാരായിരുന്നില്ല, അവരൊക്കെ നല്ല സഹോദരങ്ങളായിരുന്നു. ഈവൻ യോഹന്നാന് തന്നെ എന്താ പറയുന്നത്, യോഹന്നാനും യാക്കോബും തന്നെ സമരിയക്കാർ കർത്താവിനെ സ്വീകരിക്കാതിരുന്നപ്പോൾ ഇവരെ ഒന്ന് തീയിറക്കി കൊല്ലാൻ അങ്ങ് കൽപ്പിക്കുന്നു തോന്നില്ല, അതുകൊണ്ട് അങ്ങൊന്ന് പറഞ്ഞാൽ മതി, യേശു എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളങ്ങ് കൽപ്പിച്ചോളാം എന്നൊക്കെ അവിടെ ലൂക്കോസ് 9-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം നമുക്കറിയാം. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. എന്ന് വെച്ചാൽ കർത്താവിന് ഇത്രയും വലിയ ശത്രുക്കളെ സ്നേഹിക്കണം എന്നൊക്കെ വലിയ കർത്താവിൻ്റെ വലിയ സ്റ്റാൻഡേർഡും സ്നേഹവും ഒക്കെ വലിയ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരുന്ന അവർ വലിയ ത്രസിച്ച് വലിയ തീക്ഷ്ണതയോടൊക്കെ ഇരുന്നു. പക്ഷെ കാര്യങ്ങൾ അടുത്ത് വന്നപ്പം, കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ ചൊറിയാൻ വന്നപ്പം പെട്ടെന്ന് അവർക്ക് അവരുടെ പത്തി വിടർത്തി. ഈ പട്ടിക്കുട്ടിയെ മ്യാവും മ്യാവും എന്ന് ഒത്തിരി നാൾ പറയാൻ ശീലിപ്പിച്ചു. അതിൻ്റെ വേറൊരു പട്ടിയെ കാണുന്നിടം വരെ അത് നടക്കും. വേറൊരു പട്ടിയെ കാണുമ്പോൾ ഭാവം എന്ന് പറഞ്ഞ് കുറച്ച് ചാടുന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള നേച്ചർ എന്ന് പറഞ്ഞതിൽ ഒരു പരിശുദ്ധാത്മാവായിട്ട് ഉള്ളിലേക്ക് വരാതിരുന്നത് കൊണ്ട്
അവരുടെ ആ നേച്ചറിലൊരു അവരുടെ ആ ഒരു they were not partakers of the divine nature. ആ ഒരു ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാവുന്നതിനെ കുറിച്ച് ഇതേ പത്രോസ് തന്നെ 2 പത്രോസ് 1-3-4 വാക്യങ്ങളിൽ വായിക്കുന്ന നമുക്കറിയുന്ന ആ ഒരു കാര്യം അവർക്ക് അപ്പം നടന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവർ കർത്താവിൻ്റെ 3 വർഷക്കാലത്ത് വലിയ വലിയ ട്രെയിനിങ്ങും വലിയ ഏറ്റവും അഭിഷേകമുള്ള, അപ്പം നമ്മൾ ഏറ്റവും അഭിഷേകമുള്ള സഹോദരങ്ങൾ, നിങ്ങൾ സാക്ബറിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന സഹോദരൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് പോലെ യേശുവിൻ്റെ തന്നെ പ്രസംഗം കേട്ടിട്ടുള്ള ഈ 3.5 വർഷക്കാലം കേട്ടുകൊണ്ടിരുന്ന രാവും പകലും കേട്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാർക്ക് അത്രേ അവർക്ക് പറ്റത്തുള്ളായിരുന്നു. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനെ അവരുടെ ഉള്ളിൽ അത് നമ്മൾ ആ യോഹന്നാൻ 16:7 നമ്മൾ കണ്ടു. പിന്നെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ലോകത്തിന് 3 കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന കാര്യമൊക്കെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അത് ലോകത്തിന് ബോധ്യം വരുത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യം ബോധ്യം വന്നാലേ നമ്മളിലൂടെ ലോകത്തിന് ബാക്കിയുള്ളവർക്ക് അത് ബോധ്യം വരുത്തുള്ളൂ. പാപത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം എന്ന് വെച്ചാൽ കർത്താവിനെ വിശ്വസിക്കാതിരിക്കുന്നത് ആ പാപം, കർത്താവിനെ വിശ്വസിക്കാതിരിക്കുന്നത് ആ പാപം എന്നുള്ളൊരു കാര്യം എന്നൊക്കെ കർത്താവിടെ എൻ്റെ 9ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ നീതിയെക്കുറിച്ചുള്ള ബോധ്യം വരുത്തും എന്ന് പറഞ്ഞാൽ കർത്താവ് നമുക്കായിട്ട് കർത്താവിനെ നമ്മൾ കാണുന്നില്ല, കർത്താവ് അങ്ങ് പോകുന്നത് കൊണ്ട് നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന അവിടെ 10ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും പരിശുദ്ധാത്മ ബോധ്യം വരുത്തും. നീതിയെക്കുറിച്ച് ബോധ്യം വരുത്തും എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു, പരിശുദ്ധാത്മാവ് നീതിയെക്കുറിച്ച് ദൈവത്തിൻ്റെ നീതി നമുക്ക് വേണ്ടി ഇമ്പാർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ നീതി നമുക്കായിട്ട് കണക്കിട്ടിരിക്കുന്നു, നമ്മളെ നീതിമാന്മാരാക്കി നീതിമതികളാക്കി ദൈവം തീർത്തിരിക്കുന്നു. പിന്നെ ദൈവത്തിൻ്റെ നീതി നമ്മൾ ഓരോ ദിവസവും താഴ്മയോടെ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ കർത്താവിൻ്റെ ആ നീതി, കർത്താവിൻ്റെ ആ സ്വഭാവം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ആത്മമനുഷ്യൻ്റെ ഭാഗമായിട്ട് തീരുന്ന ആ ഒരു കാര്യം പരിശുദ്ധാത്മാവ് നമുക്ക് അതിനെക്കുറിച്ച് ബോധ്യം വരുത്തും. പിന്നെന്താ, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തും. പിശാച് ന്യായം വിധിക്കപ്പെട്ടിരിക്കുന്നു. അതാ 11ാമത്തെ വാക്യം, ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം രാത്രി പറയുന്നത്, ക്രൂശിലെ യഥാർത്ഥത്തിൽ ഇവൻ്റെ തലയൊക്കെ തകർക്കപ്പെടുന്ന പിശാചിൻ്റെ, എന്നാൽ കർത്താവ് അത് ഭാവിയിൽ അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന കാര്യവും ഇറ്റേണൽ പ്രസൻറ്റിൽ എല്ലാം നിത്യമായിട്ടുള്ള ഒരു വീക്ഷണകോണിൽ കൂടെ കാണുന്ന കർത്താവ് പറയും, അത് ഓൾറെഡി സംഭവിച്ചിരിക്കുന്നു, ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ലോകത്തിന് അങ്ങനെ ഒരു ന്യായവിധിയുണ്ട്. പിന്നെ വിശ്വാസികൾക്കുള്ള ന്യായവിധിയുണ്ട്. വിശ്വാസികൾ ദൈവത്തിന് മുമ്പാകെ കണക്ക് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ കാര്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ തന്നെ പിശാചിന് ന്യായം വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിശാചിൻ്റെ യാതൊരു കാര്യവും നമുക്ക് ദോഷം വരുത്തുകയില്ല. ഇപ്പോൾ ചിലർ പറയും, നമ്മൾ കഴിഞ്ഞ ആഴ്ച കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ലൂക്കോസ് 10ാം അധ്യായത്തിൻ്റെ വാക്യം നമുക്കറിയാം. ലൂക്കോസ് 10:19 ഇന്ന് നാരായണമ്പേറിൻ്റെ കൊച്ചുമോനെ മനുവിന് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് ആയിട്ട് അയച്ചപ്പോൾ നത്തിങ് ഷാൽ ഇൻജുർ യു എന്നുള്ള ആ ഒരു വാക്യമാണ് ഞാനത് ഗ്രൂപ്പിലിട്ട് ബർത്ത്ഡേ ഗ്രീറ്റ് ചെയ്ത്. അതിന് ഇങ്ങനെ ആ 10ാം അധ്യായം, ലൂക്കോസ് 10ാം അധ്യായത്തിൻ്റെ 19ാമത്തെ വാക്യം ഇന്ന് പലർക്കും ആ ഒരു പല തരത്തിലുള്ള പിശാചിൻ്റെതായിട്ടുള്ള ആക്രമണങ്ങൾ, കൂടോത്രം, മന്ത്രവാദം, അയ്യോ അവരങ്ങനെ ചെയ്തിട്ടാണോ ഇങ്ങനെ ചെയ്തിട്ടാണോ എന്ന്. യഥാർത്ഥത്തിൽ നമ്മളൊരു നല്ല മനസാക്ഷിയോടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം മനസാക്ഷിയിൽ ബോധ്യം തന്നിട്ടുള്ള പാപങ്ങളെല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ആ വെളിച്ചത്തിലായിരിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ചുക്ക് നമ്മുടെ അടുത്ത് നടക്കത്തില്ല. അതാ ലൂക്കോസ് 10:19 പറയുന്നത്, കർത്താവ് ശിഷ്യന്മാരോട് പറയുക, പാമ്പുകളെയും തേളുകളെയും, അത് ശത്രുവിൻ്റെ സകല ബലത്തെ, പാമ്പുകളും തേളുകളും ഒക്കെ പൈശാചികമായ ശക്തികളെ കുറിക്കുന്ന വാക്കുകളാണ് നമുക്കറിയാം. അതാ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. നത്തിങ് വിൽ ഇൻജോയ് യു, നത്തിങ് വിൽ ഇൻജോയ് യു. അത് കർത്താവിൻ്റെ ഒരു പ്രോമിസാണ്. നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. സംഖ്യാപുസ്തകം 23:23 കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തത് കണ്ടായിരുന്നു. യാക്കോബിനെതിരെ ആഭിചാരമില്ല, ഇസ്രായേലിന് ക്ഷുദ്രപ്രവൃത്തിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പേടിക്കേണ്ടതായിട്ടില്ല. നമ്മൾ നല്ല മനസാക്ഷിയോടെ കർത്താവിന് മുമ്പാകെ ആയിരിക്കണം. നല്ല മനസാക്ഷിയോടെ അല്ലെങ്കിൽ സ്കേവാപുത്രന്മാർക്ക് വന്ന ആ ഗതിയെക്കുറിച്ചൊക്കെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 19ാം അധ്യായമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കാര്യങ്ങളൊക്കെ കണ്ടു. എന്ന് നല്ല മനസാക്ഷിയോടെ നമ്മൾ ദൈവത്തിൻ്റെ സമാധാനം നമ്മളിൽ നിറയപ്പെട്ടവരാണെങ്കിൽ സമാധാനത്തിൻ്റെ ദൈവം പിശാചിനെ നമ്മുടെ കാൽക്കീഴിൽ ചവിട്ടി ചമ്മന്തിയാക്കുമെന്നാണ് എവിടെ ഇരിക്കുന്നത്. ചമ്മന്തി എന്ന് അവിടെ എഴുതിയിട്ടില്ല, ചവിട്ടി മെതിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. റോമർ 16:20 വാക്യത്തിൽ, the God of peace and the God of peace shall soon crush Satan under your feet. നമ്മളുടെ ജീവിതത്തിൽ ക്രഷ് ചെയ്യും നമ്മുടെ കാൽക്കീഴിൽ, കർത്താവിൻ്റെ കാൽക്കീഴിൽ ഓൾറെഡി അവിടെ സ്ത്രീയുടെ സന്തതി അവൻ്റെ തല ചവിട്ടും. നമുക്കറിയാം, ഉൽപ്പത്തി 3ാം അധ്യായത്തിൽ പിശാച് ഹവ്വാമ്മച്ചിയും ആദാമപ്പച്ചനെയൊക്കെ വീഴ്ത്തിയപ്പോഴത്തേക്കും കർത്താവ് അവിടെ തന്നെ ഒരു പ്രോമിസ് കൊടുക്കുന്ന കാര്യം ഉൽപ്പത്തി 3:15 വാക്യത്തിൽ
ഉൽപ്പത്തി 3:15 അവസാനം യു ഷാൽ ബ്രൂയിസ് ഹിം ഓൺ ദ ഹി ഷാൽ ബ്രൂയിസ് യു ഓൺ ദ ഹെഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് സ്ത്രീക്കും നിന്റെ സന്ധിക്കും അവളുടെ സന്ധിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. ഉൽപ്പത്തി 3:15 അവൻ നിന്റെ തല തകർക്കും. ഈ സ്ത്രീയുടെ സന്തതി, അതായത് സ്ത്രീയുടെ സന്തതിയായിട്ട് വന്ന യേശു കർത്താവ് നിന്റെ തല, സർപ്പമേ നിന്റെ തല തകർക്കും. ക്രൂസിൽ ആ സർപ്പത്തിൻ്റെ തല തകർത്തു. അത് നമ്മളായിട്ട് ഇമാജിനേഷനായിട്ട് പറയുന്ന കാര്യമല്ല, അത് യാഥാർത്ഥത്തിൽ നടന്ന കാര്യമാണ്. പിന്നെ ഒരു പാമ്പിൻ്റെ തല തകർത്താൽ പിന്നെ അത് വാലിട്ട് ആട്ടിക്കൊണ്ടിരിക്കും. അതാ വാലിട്ട് ആട്ടി ഇന്ന് ആൾക്കാരെ പേടിപ്പിക്കുകയും വഞ്ചിക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇവൻ്റെ പണി. എന്നാൽ ഇവൻ്റെ തലയെല്ലാം തകർന്നു കഴിഞ്ഞിരിക്കുന്നു. നീ അവൻ്റെ കുതികാല് തകർക്കും. എൻ്റെ കർത്താവിനെ ക്രൂസിൽ ആ ഒരു ഫീറ്റ് ഒന്ന് ബ്രൂയിസ് ചെയ്യാൻ വേണ്ടി മാത്രമേ സാത്താന് ഒരു മൈനർ ഇഞ്ചുറി ഉണ്ടാക്കാനേ പിശാചിന് കഴിഞ്ഞുള്ളൂ എന്ന് സർപ്പത്തിൻ്റെ തല തകർത്തവനായ കർത്താവ് പിശാചിൻ്റെ എല്ലാ ആയുധവർഗത്തെയൊക്കെ വെപ്പിച്ചു, ഡിസാം ചെയ്തു എന്നൊക്കെ കൊളോസർ 2:15 വാക്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. എബ്രായർ 2:15 അതേ ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തില്ല തോന്നുന്നു. എബ്രായർ 2:15 അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? ഹി റെൻഡേർഡ് പവർലെസ് ഹു ഹാഡ് ദ പവർ ഓഫ് ഡെത്ത്. മരണത്തിന് അധികാരം ഉണ്ടായിരുന്നവനെ, ഒരു കാലത്ത് മരണത്തിൻ്റെ മേലെ ഒരു ദൈവം അനുവദിക്കുന്ന തരത്തിലുള്ളൊരു അനുവാദം, ഒരു അധികാരം ആർക്കും ഉണ്ടായിരുന്നു? പിശാചിനുണ്ടായിരുന്നു. എന്നാൽ ക്രൂസിലൂടെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നവനെ അതിൻ്റെ എബ്രായർ 2:14 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകുകൊണ്ട് അവനും യേശുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായിട്ട്, കർത്താവും ജഡവും രക്തമുള്ള ശരീരവും രക്തമുള്ള ഒരു ശരീരമായിട്ടാണ് വന്നത്, കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ. അപ്പം ഒരു സമയം വരെ മരണത്തിൻ്റെ ഒരു അധികാരിയായിട്ട് പിശാചിന് ഒരു അധികാരം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഓവറാർച്ചിങ്, പഴയ നിയമത്തിലാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ ഓവറാർച്ചിങ് സോവറിറ്റി ഉണ്ട്, ദൈവത്തിൻ്റെ പരമാധികാരം ഉണ്ട്. അതിനെ കവിഞ്ഞൊന്നും പിശാചിനൊന്നും ചെയ്യാനൊക്കത്തില്ല. യോബിനെ പോലും ആ വേലി ഒന്ന് പൊളിച്ചു കൊടുത്തപ്പോഴുകൊണ്ട് മാത്രമേ, വേലി പൊളിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് മാത്രമേ പിശാചിന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചുള്ളൂ. എന്നാൽ മരണത്തിൻ്റെ മേലൊരു അധികാരം പിശാചിനുണ്ടായിരുന്നു. അത് മരണത്തിന് അധികാരി ആയിരുന്ന ഹു ഹാഡ് ദ പവർ ഓഫ് ഡെത്ത്, മരണത്തിന് അധികാരി ആയിരുന്ന പിശാചിനെ തൻ്റെ മരണത്തിൽ, യേശുവിൻ്റെ മരണത്താൽ നീക്കി, റെൻഡേർഡ് പവർലെസ്, ജീവപര്യന്ത മരണഭീതിയാൽ അടിമകളായിട്ട് എന്തെങ്കിലും പറ്റുമോ, ക്യാൻസർ വരുമോ, കൊറോണ വരുമോ, ആക്സിഡൻറ്റ് വരുമോ, മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെ വിടുവിച്ച ആ ഒരു കാര്യം. അതാ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ പരിശുദ്ധാത്മ നമുക്ക് എന്താ ബോധ്യം തരുന്നത് വെച്ചാൽ, ഈ ലോകത്തിൻ്റെ പ്രഭുവായിട്ടുള്ള പിശാചിനെ വിധിക്കപ്പെട്ടിരിക്കുന്ന അവന് ഒരു തല ചതഞ്ഞു പോയ ഒരു പാമ്പ, അവനെ കൊണ്ട് എന്തോത്തിന് കൊള്ളാം, അവനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, അവൻ നമ്മളെയാണ് പേടിക്കേണ്ടതെന്ന് നമുക്ക് ബോധ്യം വരുത്തുന്ന, നമുക്ക് ആദ്യം ബോധ്യം വരണമെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ബാക്കി ലോകത്തിനും അത് ബോധ്യം വരുത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ലോകത്തിനും കർത്താവ് പറയുന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരും. ഇനിയും 12-ാമത്തെ വാക്യം യോഹന്നാൻ 16:12 ഇനിയും നിങ്ങളോട് വളരെ പറയാനുണ്ട്. എന്ന് നിങ്ങൾ എല്ലാം വയറ് നിറഞ്ഞു, അതുകൊണ്ട് കൂടുതലൊന്നും പറയാനൊക്കത്തില്ല. എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് കണ്ടു, സത്യത്തിൻ്റെ ആത്മാവെന്ന് കർത്താവ് 3-ാമത്തെ തവണ റെഫർ ചെയ്യുമോ അവിടെ 1-ാമത്തെ തവണ യോഹന്നാൻ 14:17 പറയുന്നു. പിന്നെ 15:26 സത്യാത്മാവെന്ന് പറയുന്നു. പിന്നെ 16 ഈ 13-ാമത്തെ വാക്യത്തിൽ സത്യാത്മാവെന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് 3 തവണ കർത്താവ് റെഫർ ചെയ്യുന്ന ഈ 3 റെഫറൻസ് നമ്മൾ കണ്ടു. കർത്താവ് പരിശുദ്ധാത്മാവ് കൃപയുടെ ആത്മാവാണ്. എബ്രായർ 10:29 സഖരിയാവ് 12:10 നമുക്കറിയാം കൃപയുടെ ആത്മാവ് എന്ന്. കർത്താവ് വളരെ സത്യത്തിൻ്റെ ആത്മാവെന്ന് ഊന്നി പറയുന്ന ഒരു കാര്യം നമ്മളിവിടെ കാണുന്നു. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴും അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. നമ്മളെക്കുറിച്ചുള്ള സത്യത്തിലേക്ക് വഴി നടത്തും എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. ദൈവത്തിൻ്റെ സത്യത്തെക്കുറിച്ചുള്ള വഴി നടത്തും. ദൈവം ആരാണ്? ദൈവം നമ്മുടെ പിതാവാണെന്നും യേശു നമ്മുടെ കർത്താവാണെന്നും പരിശുദ്ധാത്മാവ് സഹായപ്രദൻ ആശ്വാസപ്രദനാണെന്നും ഒക്കെയുള്ള ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ സത്യത്തെക്കുറിച്ച്, ദൈവവചനത്തിൻ്റെ സത്യങ്ങളെക്കുറിച്ച്, പിന്നെ നമ്മളുടെ ജീവിതത്തിലുള്ള സത്യത്തെക്കുറിച്ച്, നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം തന്നെ ഡയന സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞപ്പോൾ കോപം എന്നുള്ളത് വലിയ പാപമായിട്ടൊന്നും നമ്മൾ കരുതിയില്ല. എന്നാൽ CBC വന്നപ്പോഴാണ് ഇതൊക്കെ വലിയ പാപമാണെന്നുള്ള കാര്യം വചനത്തിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ എല്ലാ കോപവും ക്രോധവും ഒക്കെ വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്നൊക്കെ എഫേസർ 4:30 പറയുന്നുണ്ട്. കോപിക്കുന്നതും കൊലപാതകം പോലുള്ള വലിയ സീരിയസ് ആയിട്ടുള്ളൊരു പാപമാണ് പുതിയ ഉടമ്പടിയിൽ കോപം എന്നുള്ള കാര്യമൊക്കെ അപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്ന് പറയുന്നത് പോലെ ആ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ചുള്ള സത്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു ക്രോധമുണ്ട്, അല്ലെങ്കിൽ കോപമുണ്ട്, അല്ലെങ്കിൽ ചിലരോട് നമുക്ക് ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല,
പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിലരോട് നമുക്കൊരു വിരോധം തോന്നുന്നു, അല്ലെങ്കിൽ ഒരു അസൂയ തോന്നുന്നു, അല്ലെങ്കിൽ നമുക്കൊരു നല്ല നീരസം തോന്നുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ചില ആകുല ചിന്തകൾ, പ്രയാസങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലർ വിധിക്കുന്ന മനോഭാവം, നമ്മളിലുള്ള ചില നിഗളവും സ്വാർത്ഥതയൊക്കെ അങ്ങനെയൊക്കെ ദൈവം കാണിച്ചു തരുമ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഉള്ള കാര്യമില്ല, ഇതൊന്നും ഇല്ലാത്ത ആരാണ്ട് പുണ്യവാളന്മാരാണ്ട് ഇരിക്കുന്നു എന്നല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് പാപം അത്യന്തം പാപമായിട്ട് തീരും. അതാ നമ്മൾ റോമർ 7-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്, ഈ ന്യായപ്രമാണം വന്നപ്പോൾ പാപം അത്യന്തം സിൻ ബിക്കെയിം എക്സീഡിംഗ്ലി സിൻഫുൾ എന്ന് പറയുന്ന, അട്ടർലി സിൻഫുൾ. റോമർ 7-ന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ അവസാനം പറയുന്ന, കൽപ്പനയാൽ അത്യന്തം, അതായത് ഇങ്ങനെ, എന്നാൽ നന്മയായത് എനിക്ക് മരണകരമായി തീർന്നു. റോമർ 7-ന്റെ 13 എന്നോ ഒരു നാളും അതായത് പാപം അത്രയും മരണമായി തീർന്നത് അത് നന്മയുള്ളതിനെ കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ. കൽപ്പന വന്നപ്പോഴാണ് പാപം അത്യന്തം പാപമായി തീർന്നു. ത്രൂ ദ കമാൻഡ്മെന്റ് സിൻ വുഡ് ബിക്കം അട്ടർലി സിൻഫുൾ. ദൈവത്തിൻ്റെ വചനം നമുക്ക് പല കാര്യങ്ങൾ അതൊക്കെ പാപമാണ്, അതൊക്കെ ഒരു ബലഹീനത, അതൊരു വീക്ക്നെസ്, അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ചില കാര്യങ്ങൾ നമുക്കൊരു വെളിച്ചമായിട്ട് വന്നപ്പോൾ അയ്യോ കർത്താവേ, ഒരു കോപത്തിൻ്റെ ഒരു ചിന്ത പോലും എനിക്ക് വേണ്ട. അതൊരു കർത്താവേ, അത് ക്യാൻസറിനെക്കാട്ടിലും മാരകമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കോപത്തിൻ്റെ ചിന്ത, അല്ലെങ്കിൽ ഒരു കയ്പിൻ്റെ ചിന്ത, അല്ലെങ്കിൽ ഈ ആകുല ചിന്തകൾ, അല്ലെങ്കിൽ ചില ആവശ്യമില്ലാത്ത അസ്വസ്ഥതകളും പ്രശ്നങ്ങളും, അല്ലെങ്കിൽ പരദൂഷണം പറച്ചിലും, അങ്ങനെയുള്ളതൊക്കെ കർത്താവേ, അത് ക്യാൻസറിനെക്കാട്ടിലും അല്ലെങ്കിൽ കൊറോണയെക്കാട്ടിലും അല്ലെങ്കിൽ അത് എയ്ഡ്സിനെക്കാട്ടിലും മാരകമായിട്ടുള്ള പാപങ്ങളാണ് ഇത്. ആ കൽപ്പന ദൈവം നമുക്ക് പ്രകാശിപ്പിച്ചു തന്നപ്പോൾ കൽപ്പനയാൽ പാപം അങ്ങ് അത്യന്തം പാപമായിട്ട് തീർന്നു. അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവാണ് നമുക്ക് സകല സത്യത്തിലേക്ക്, നമ്മളുടെ യേശുവിനെ കുറിച്ചുള്ള സത്യം, വചനത്തിനെക്കുറിച്ചുള്ള ഉപദേശ രൂപത്തിലുള്ള സത്യങ്ങൾ, പിന്നെ നമ്മളുടെ ജീവിതത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ, പിന്നെ ഓഫ് കോഴ്സ് ക്രിസ്തീയ ലോകത്തും ഒക്കെ ഓരോ കാര്യങ്ങളുമൊക്കെ വചനപ്രകാരം അല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു വിവേചനത്തോടെ, എല്ലാവരും യേശുവിൻ്റെ പേര് പറഞ്ഞെടുക്കുന്ന എല്ലാവരും ഒരേപോലെ അല്ല, അതിനെക്കുറിച്ചൊരു വിവേചനം, സത്യത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ആത്മാർത്ഥത എവിടെ ഉള്ളത്, യേശുവിൻ്റെ സ്വഭാവം ആരിലാണ് കാണുന്നത്, അതോ ഇവർ പണത്തിൻ്റെ പിന്നാലെയാണോ, അതോ ഇവർ വെറുതെ അവരുടേതായ എന്തെങ്കിലും ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള യേശുവിൻ്റെ പേരെടുത്തുകൊണ്ടുള്ള മുതലെടുപ്പാണോ? അപ്പം അങ്ങനെയുള്ള സകല സത്യത്തിലേക്കും, അത് എത്ര വലിയൊരു വാഗ്ദത്തം, സകല ഇൻ ഓൾ ദ ഹോളി ഹി വിൽ ഗൈഡ് യു ഇൻടു ഓൾ ദ ട്രൂത്ത്. നമുക്ക് വേണ്ടുന്ന എല്ലാം, ജീവനും ഭക്തിക്ക് വേണ്ടുന്നതെല്ലാം നമുക്ക് തന്നിരിക്കുന്നു എന്നൊക്കെ 2 പത്രോസ് 1-2-3 വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന എല്ലാം, നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സത്യത്തിലേക്കും ഈ സത്യത്തിൻ്റെ ആത്മാവുടെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തും. നമ്മൾ ആ സത്യത്തിൻ്റെ ആത്മാവിനെ കീഴ്പ്പെട്ട് കൊടുക്കണം. നമ്മൾ കർത്താവിനെ താഴോട്ട് പറയുമ്പോൾ ആർക്കാ ഇത് വെളിപ്പെടുത്തുന്നേ, ആർക്കാ പറയുന്നെന്നുള്ള കാര്യം, ആർക്കാ ഡിസ്ക്ലോസ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാം. ഞാൻ അതിൻ്റെ പറയാം, അവൻ സ്വയമായിട്ട് സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ജെന്റിൽ ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ നമ്മളിവിടെ കാണുന്നുണ്ട്. അവൻ സ്വയമായിട്ട് സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും, യേശു അങ്ങനെ ആയിരുന്നു. യേശു പരിശുദ്ധാത്മാവിനെ ഏറ്റവും അറിയപ്പെട്ടവനായ കർത്താവ് സ്വയമായിട്ടൊന്നും പറഞ്ഞില്ല, സ്വയമായിട്ടൊന്നും ചെയ്തില്ല എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 12:49, 5:19-20 വാക്യങ്ങൾ, 19-20-30 വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. സ്വയമായിട്ടൊന്നും പറയുകയോ ചെയ്യുകയൊന്നും ചെയ്യാത്ത ആ ഒരു കർത്താവിൻ്റെ, അത് പരിശുദ്ധാത്മാവിനെ കർത്താവ് ഏറ്റവും നിറയപ്പെട്ട കർത്താവ് മനുഷ്യനായിട്ട് തന്നെ ഒഴിച്ച് ഇവിടെ ഭൂമിയിൽ വന്നതെന്ന് പരിശുദ്ധാത്മാവിനാൽ കർത്താവ് ഏറ്റവും നിറയപ്പെട്ടവനായിരുന്നതുകൊണ്ട് കർത്താവ് സ്വയമായിട്ടൊന്നും ചെയ്തില്ല. എന്നുവെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ, സ്വയമായിട്ടൊന്നും ചെയ്യത്തില്ല, പിതാവിൽ നിന്ന് യേശുവിൽ നിന്ന് കേൾക്കുന്നത് മാത്രം പറയുന്ന ഒരു പരിശുദ്ധാത്മാവ്. നമ്മളും പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുമ്പോൾ നമുക്കും ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സിമ്പിളായിട്ട് ഒരു പ്രാവാണ് കർത്താവിൻ്റെ മേൽ ആ സ്നാനത്തിൻ്റെ സമയത്ത് വന്ന് ഇറങ്ങിയതായിട്ട് ലൂക്കോസ് 3-ാം അധ്യായത്തിലും മത്തായി 3-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ടെന്ന്. ആ പ്രാവെന്ന് പറഞ്ഞത് ഒരു ജെന്റിൽ ബേർഡ്. പ്രാവിന് വലിയ ശബ്ദമോ കൊലാഹലമോ ഒന്നും ഇഷ്ടമല്ല, എന്തെങ്കിലും ശബ്ദമോ കൊലാഹലമോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രാവ് അങ്ങ് പറഞ്ഞു പോകും എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ജെന്റിൽ, ആ ഒരു ഇപ്പം പരിശുദ്ധാത്മാവിനെ ഹെൽപ്പർ എന്ന സഹായകൻ എന്നകത്താണ് വിളിച്ചിരിക്കുന്നത്. അതേപോലെ ഭാര്യയെ ഹെൽപ്പർ എന്നാണ് നമ്മൾ ഉൽപ്പത്തി 2:18 കർത്താവ് പറഞ്ഞത്. അപ്പം സാഗ്ബേറിന് നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ ഭാര്യമാരുടെ ശുശ്രൂഷയെക്കുറിച്ച് പറയുമ്പോൾ അവർ പല കാര്യങ്ങളും ചെയ്യും, പക്ഷേ അവരങ്ങ് പിൻപെയ്യുന്ന അതിൻ്റെ ഒന്നും ക്രെഡിറ്റ് എടുക്കാനോ ഒന്നും നിൽക്കാത്തതാണ് യഥാർത്ഥത്തിലുള്ളൊരു ഒരു വിധേയത്തോടുള്ളൊരു ഭാര്യയുടെ ഒരു നല്ല സ്വഭാവം എന്നുള്ളൊരു കാര്യമൊക്കെ നമ്മൾ കേൾക്കുന്നത് പോലെ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സ്വഭാവം അവൻ സ്വയമായിട്ട് സംസാരിക്കാതെ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. വരുവാനുള്ളത് അറിയിച്ചു തരുന്ന, അപ്പം വരുവാനുള്ളത് ശരിയാണ്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തികളിലേക്ക് നോക്കുമ്പം ഭാവിയിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ള പല സൂചനകൾ, അത് വളരെ റെയറായിട്ടാണെങ്കിലും നമ്മളത് അപ്പോസ്തലപ്രവൃത്തികൾ 11-ാം അധ്യായത്തിൽ ഒരു അഗബസിൻ്റെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്.
അഗബസ് അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൽ അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ അഗബസിൻ്റെ ഒരു പ്രവചനം, ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രവചനം വളരെ ചുരുക്കമായിട്ടേ നമ്മൾ വചനത്തിൽ കാണുന്നുള്ളൂ. കൂടുതലും എന്താ ഈ പ്രവചനം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു വരിക. അപ്പോസ്തലപ്രവൃത്തി 11-28 അവരിൽ അഗബസ് എന്ന് പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് അന്ന് ഒരു ലോകത്തിലൊക്കെ മഹാക്ഷാമം ഉണ്ടാവും എന്ന് ആത്മാവിനെ പ്രവചിച്ചു. അത് കേട്ടിട്ട് എന്നാൽ എന്ത് ചെയ്യണമെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അത് ക്ലോദിയാസിൻ്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ യഹൂദയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായിട്ട് ശിഷ്യന്മാർ ഒരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയക്കുമെന്ന് നിശ്ചയിച്ചു. അങ്ങനെയൊക്കെയുള്ളവർ. അപ്പം ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ചൊരു സൂചന പരിശുദ്ധാത്മാവ് ആ പ്രിയ സഹോദരനിലൂടെ നൽകിയതായിട്ടുള്ളൊരു എക്സാമ്പിൾ നമ്മൾ അപ്പോസ്തലപ്രവൃത്തികളിൽ കാണുന്നുണ്ട്. അത് എപ്പോഴും ഇങ്ങനെ എന്തോ ഒരു ഇന്ന് ഒത്തിരി അങ്ങനെയുള്ള അത് വരും ഇത് വരും എന്നൊക്കെയുള്ള പല പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നമുക്ക് അതിൻ്റെ എന്നാൽ അഗബസ് ഇന്നത് ഇങ്ങനൊരു ഒരു ക്ഷാമം ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു ഡയറക്റ്റീവ് പ്രൊഫസി ഒരിക്കലും നമ്മൾ പുതിയ ഉടമ്പടിയിൽ കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് അഗബസ് പറഞ്ഞില്ല, ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ആത്മാവിനാൽ പറഞ്ഞു. ഇവൻ അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായത്തിലും പൗലോസിനോട് ഈ അഗബസ് പ്രവചിക്കുന്ന ഒരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. അവിടെയും അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായത്തിലും പൗലോസിന് ഇതുപോലെ ഒക്കെയുള്ള ചില കഷ്ടങ്ങൾ യെരുശലേമിൽ ചെല്ലുമ്പോൾ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം, അതായത് നമ്മളത് അപ്പോസ്തലപ്രവൃത്തികൾ 21-10 വായിക്കുന്നേ. ഞങ്ങൾ അവിടം വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബസ് എന്നൊരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിൻ്റെ അരക്കച്ച എടുത്ത് ബെൽറ്റ് എടുത്ത് തൻ്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരുശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞതായിട്ട് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. അല്ലാതെ അതുകൊണ്ട് പൗലോസ് പോകണ്ടെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ഒരു മെച്ചുവർ പ്രോഫറ്റ് ആയിരുന്നു, ഒരു പക്വതയുള്ള പ്രവചനമായിരുന്നു. വേറെ ചില പക്വത ഇല്ലാത്ത ചിലർ പൗലോസിനോട് പോകരുത് എന്ന് അവരുടെ സ്വന്തം മനുഷ്യാത്മാവിനാൽ പറഞ്ഞ കാര്യമൊക്കെ നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പൊക്കെ വായിക്കുന്നുണ്ട്. എന്നാൽ ഇദ്ദേഹം കുറച്ചുകൂടെ പക്വതയുള്ളൊരു പ്രവാചകനായതുകൊണ്ട് ഡയറക്റ്റീവ് പ്രൊഫസി നമ്മൾ ബൈബിൾ ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ നമ്മൾ കാണുന്നില്ലെന്ന് നമ്മൾ സാക്ബറിൽ നിന്ന് എപ്പോഴും കേൾക്കുന്നത് പോലെ അത്രേ പറഞ്ഞുള്ളൂ. പോകണ്ടോ എന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ല. എന്നാൽ ഇത് കേട്ടപ്പം ബാക്കിയുള്ളവരെ എന്ന് ഞങ്ങളും പോകരുത്, ഇത് കേട്ടപ്പോൾ യെരുശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാർ അവനോട് അപേക്ഷിച്ചു. അതിനെ പൗലോസ് പറഞ്ഞു. പൗലോസ് അതൊന്നും കേട്ടില്ല. പൗലോസ് ദൈവത്തിൻ്റെ ഇത് തന്നെ ചെയ്യാനായിട്ട് പോയതും അതുപോലെ പീഡനമൊക്കെ ഏൽക്കേണ്ടി വന്നതും. എന്നാൽ കർത്താവ് പൗലോസിനോട് കൂടെ നിന്നതായിട്ടൊക്കെ നമ്മൾ പിന്നീട് യെരുശലേമിലെ കർത്താവിനോട് കൂടെ നിന്നതായിട്ടും ഒക്കെ നമ്മൾ പിന്നീടുള്ള അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം നമ്മളവിടെ കാണുന്ന ഒരു നല്ല മാതൃക വരുവാനുള്ളതിനെക്കുറിച്ചൊരു പ്രവചനം പറയുമ്പം തന്നെ ഡയറക്റ്റീവ് പ്രൊഫസി, നിങ്ങൾ ഇന്നത് ചെയ്യും, നിങ്ങൾ ഇന്നടത്ത് പോകണം, വേലക്കായിട്ട് ഇന്ന വിളിയുണ്ട്, അതുകൊണ്ട് ഇത് ചെയ്യണം അത് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പ്രവചനം ഡയറക്റ്റീവ് പ്രൊഫസി ഒരിക്കലും നമ്മൾ പുതിയ ഉടമ്പടിയിൽ കാണുന്നില്ല. പഴയ ഉടമ്പടിയിൽ അങ്ങനെ ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ പരിശുദ്ധാത്മ അവരുടെ ഉള്ളിലില്ലായിരുന്നു. എന്നാൽ പുതിയ ഉടമ്പടിയിൽ ആ ഒരു ഡയറക്റ്റീവ് പ്രൊഫസി ഇന്നത് ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം ഇല്ലായിരുന്നു. മറിച്ച് ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചില സൂചനകൾ പരിശുദ്ധാത്മാവ് വരുവാനുള്ളത് ഇതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ പരിശുദ്ധാത്മാവ് തരും എന്ന് പ്രായോഗികമായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ വചനത്തിലുടനീളം കാണുന്ന ഒരു പ്രൊഫസിയുടെ ഒരു അല്ലെങ്കിൽ പ്രവചനത്തിൻ്റെ ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മീയമായിട്ട് നേരിടാനുള്ള പല പോരാട്ടങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു സൂചനയും അതിനെ നമ്മളെ പക്വതപ്പെടുത്തുന്ന, അതിനെ നമ്മളെ ബലപ്പെടുത്തുന്ന പല വചനങ്ങളും ഒക്കെയാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു പ്രവചന ശുശ്രൂഷ എന്നാണ് നമ്മൾ പുതിയ ഉടമ്പടിയുടെ ആത്മാവിൽ നമ്മളവിടെ കാണുന്നത്. അതാ നമ്മൾ എവിടെ നമ്മളിപ്പം അപ്പോസ്തലപ്രവൃത്തി 16-13 ഭാഗത്തിൽ വരുവാനുള്ളത് അറിയിച്ചു തരികയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പറയാം, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. അങ്ങനെ എങ്ങനെ യഥാർത്ഥത്തിൽ യേശുവിനെ മഹത്വപ്പെടുത്തുന്നവർ യേശുവിൽ നിന്നുള്ളത് എടുത്ത് പറയും. സ്വയമായിട്ട് സംസാരിക്കുന്നത് സ്വന്തം മഹത്വം തേടുന്നു എന്നൊക്കെയുള്ള ആ വാക്യമൊക്കെ നമ്മൾ യോഹന്നാൻ 7-17 വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് കണ്ടായിരുന്നു. സ്വന്തമായിട്ട് സംസാരിക്കുന്നത് സ്വയമായിട്ട് മഹത്വപ്പെടുത്തുന്ന യേശുവിൽ നിന്നുള്ളത് എടുത്ത പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നേ. അപ്പം അങ്ങനെ യേശുവിനെ മഹത്വപ്പെടുത്തും എന്നുള്ളൊരു കാര്യം കാണുന്നുണ്ട്. അപ്പോൾ ആർക്കാ അറിയിച്ചു കൊടുക്കുന്നേ? ഹിൽ ടേക്ക് ഓഫ് മൈൻ ആൻഡ് വിൽ ഡിസ്ക്ലോസ് ഇറ്റ് ടു യു. ആർക്കാ പരിശുദ്ധാത്മാവ് അറിയിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്തായി 11-25 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ജ്ഞാനികളെയും വിവേകികളെയൊക്കെ മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തും. അതാണ് നമ്മൾ ആദ്യം വിശക്കുന്നതിനെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ പല വാക്യങ്ങളൊക്കെ നമ്മൾ സങ്കീർത്തനത്തിൽ നിന്നും 1 ശമൂവേലിൽ നിന്നും ലൂക്കോസ് 1-ാം അധ്യായത്തിൽ നിന്നൊക്കെ കണ്ട് ജ്ഞാനികളെയും വിവേകികളെയൊക്കെ മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തും. ജ്ഞാനികൾക്കും വിവേകികൾക്കും ഒക്കെ അവർക്ക് ആ വലിയ കാര്യങ്ങൾ അവർക്ക് വലിയ അവരിൽ തന്നെ നിറഞ്ഞവരാ. എന്നാൽ ശിശു ഹൃദയത്തോടെ നമ്മൾ കർത്താവെ എനിക്കൊന്നും അറിയത്തില്ല, കർത്താവെ അവിടുന്ന്
അറിയിച്ചാലല്ലാതെ, അവിടുന്ന് ബലം നൽകിയാലല്ലാതെ കർത്താവേ എനിക്കൊരു ബലമില്ല, അവിടുന്ന് ഇതിൻ്റെ ജ്ഞാനമായിട്ടിരിക്കാതെ ഞാൻ ഏറ്റവും ഭോഷനാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ, നമ്മളൊരു ശിശു ഹൃദയത്തോടെ നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമുക്ക് യേശുവിനെ കാണിച്ചു തരും എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നത്. യേശുവിനെ നമുക്ക് ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ചില വിശ്വാസികൾ വളരെ ഹോൾ ഹാർട്ടഡായിട്ട്, വളരെ തീക്ഷ്ണതയോടെ അവർ പല ഇപ്പോൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ പോലും വളരെ കഷ്ടപ്പെട്ട് ഒക്കെ ഒരു എക്സ്ട്രാ മൈൽ പോയി. ഇപ്പോൾ അജിബേറാണെങ്കിൽ എത്ര മൈൽസ് എക്സ്ട്രാ പോയാണെന്ന് അറിയണം, അവിടെ നിന്നുള്ള സൗകര്യങ്ങളെയൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ അതിനെന്ന് വെച്ചാൽ പക്ഷേ എല്ലാവർക്കും അത്ര ഒരു മനസ്സില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എന്താണ് പറയുന്നത്, എല്ലാവർക്കും അതൊരു മുൻഗണനയല്ല. എല്ലാവർക്കും ആ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതോ നമ്മളുടെ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുമൊക്കെ അതെന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അത്ര ഒരു വെളിപ്പാട് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ പറഞ്ഞു കഴിക്കാതെ എല്ലാവർക്കും അതൊരു പ്രയോറിറ്റി അല്ല. അത് പക്ഷെ നമ്മളിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനോ കല്ലെറിയാനോ അല്ല, അവർക്ക് അത്രയും വെളിപ്പെട്ടിട്ടുള്ളൂ യേശുവിനെ കുറിച്ച്. അവർക്ക് ആ സഭയെക്കുറിച്ചോ സഭയുടെ കുടിവരവിനെ കുറിച്ച് അവർക്ക് അത്രയേ ഉള്ളൂ, അവരെ അത്രയും ഗ്രിപ്തായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം പക്ഷപാതിയാണോ? ദൈവം കുറച്ച് പേർക്ക് കൂടുതൽ വെളിപ്പെടുത്തി, കുറച്ച് പേർക്ക് കുറച്ച് അങ്ങനെയല്ല. ദൈവത്തിന് പക്ഷഭേദമൊന്നും ഇല്ലെന്ന് നമ്മൾ വചനത്തിലുടനീളം റോമർ 2:11 ഗലാത്യർ 2:6 അപ്പോസ്തലർ 10:35 ഒക്കെ പിന്നെ വായിക്കുന്ന കാര്യം വെച്ചാൽ ദൈവത്തിന് പക്ഷഭേദമൊന്നുമില്ല, പാർഷ്യാലിറ്റി ഒന്നുമില്ല. പക്ഷേ ദൈവം ആർക്കാണ് വെളിപ്പെടുത്തുന്നത് വെച്ചാൽ ജ്ഞാനികളെയും വിവേകികളെയും ഒക്കെ മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുക. ആ ശിശു ആക്കാൻ വേണ്ടിയാണ് ദൈവം പല രോഗാവസ്ഥകളോ ചില പ്രശ്നങ്ങളോ ചില പ്രതികൂലങ്ങളോ. ഇപ്പോൾ തന്നെ നമ്മൾ ഷാജിബറിൻ്റെയും സിസ്റ്ററിൻ്റെയും അമ്മയുടെയും ഒക്കെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഓരോരോ ആവശ്യത്തിൻ്റെ ഘട്ടങ്ങളിൽ ആണ് നമുക്ക് തന്നെ അറിയാം. നമ്മളുടെ തന്നെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പം നമുക്ക് എപ്പോഴാണ് കർത്താവിന് കൂടുതൽ വെളിപ്പെട്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ, ആരും സഹായമായി ഇല്ലാതെ ഞാൻ പാരം വലഞ്ഞിടും വേളയിൽ അരുമയോടെ അരികിൽ വന്ന് ആത്മനാഥൻ യേശുവാണെന്ന് എപ്പോഴും ഞാൻ പറയുന്നൊരു പാട്ടാണ് അത്. നമ്മുടെ ഇതിനകത്ത് എൻ്റെ യേശു നായകൻ എനിക്ക് നല്ല സ്നേഹിതൻ എന്നുള്ള പുതിയ പാഠപുസ്തകത്തിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷേ ആരും സഹായമായിട്ടില്ലാതെയൊക്കെ ഇരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് കർത്താവിനെ വെളിപ്പാടായിട്ട് കിട്ടുന്നത്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന ആവശ്യമുണ്ടെങ്കിൽ അവരെ വിളിക്കാം, ഇന്ന ആവശ്യമുണ്ടെങ്കിൽ ഇവരെ വിളിക്കാം. നമുക്ക് പണമുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, അതുണ്ട്, മക്കളുണ്ട്, അത് അപ്പോൾ ഒക്കെ നമുക്ക് അവിടെ കർത്താവിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ വിശന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ തന്നെ സിസ്റ്റർ പറഞ്ഞു അല്ലേ, അപ്പനും അമ്മയൊന്നും ഇല്ല, ഹോസ്റ്റലിൽ അവിടെ തന്നെ ഇരിക്കുന്ന സമയത്താണ്. അതുപോലെ സ്ത്രീകളെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെ അവിടെ ഹോസ്റ്റലിൽ, അവിടെ പുഷ്പേരിയിലെ ഹോസ്റ്റലിൽ വീട്ടിൽ പല പ്രശ്നങ്ങൾ, ചില സമാധാനമില്ലാത്ത അവസ്ഥകൾ. അപ്പോൾ എന്തെങ്കിലും ഒരു സമാധാനം കിട്ടാൻ വേണ്ടി റൂംമേറ്റ് തന്നെ ബൈബിൾ അത്ര വായിക്കുന്ന ആളല്ലായിരുന്നു. പുള്ളിക്കാരത്തി ഇതുവരെ രക്ഷയുടെ അനുഭവമില്ലാത്ത ആളാണെന്ന് സ്ത്രീകൾ പറഞ്ഞു, ആ പർട്ടിക്കുലർ റൂംമേറ്റ്. എന്നാൽ ആ റൂംമേറ്റ് ചെയ്ത് നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബൈബിൾ ഹോസ്റ്റൽ റൂമിൽ കൊണ്ടുവച്ചു. അതുകൊണ്ട് സ്ത്രീകളൊക്കെ ആ ബൈബിൾ എടുത്ത് ചില സമയങ്ങളിൽ ബൈബിൾ എടുത്ത് വായിക്കാനും കുറച്ച് ആശ്വാസം പ്രാപിക്കാനും, പിന്നെ ഇതുവരെ പാട്ടുകളൊക്കെ കേട്ടപ്പോൾ പാട്ട് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഈ ബാക്കിയുള്ള കുറച്ച് വിശ്വാസികളായിട്ടുള്ള കൂട്ടുകാരികൾ പാട്ട് പാടുന്ന കേട്ടപ്പം ഞാൻ ഒന്ന് പാട്ട് പാടിക്കോട്ടോ എന്ന് ചോദിച്ച് അങ്ങനെ പാട്ടുപാടിയാണ് ഇപ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചില ശിശുവിൻ്റെ ഒരു അവസ്ഥയിലേക്ക്, ഒരു ആവശ്യത്തിൻ്റെ ഘട്ടത്തിലേക്ക് വരുമ്പോഴേ കർത്താവിനെ നമ്മൾ വെളിപ്പെടുത്താനൊക്കെ പരിശുദ്ധാത്മാവ് യേശുവിനെ വെളിപ്പെടുത്താൻ വേണ്ടി ഏറ്റവും വെമ്പലായിട്ട്, ഏറ്റവും ആവലോടെ, ഏറ്റവും തീക്ഷ്ണതയോടെ ഇരിക്കുക. പരിശുദ്ധാത്മാവിന് ദൈവത്തിനൊരു മുഖപക്ഷവും ഇല്ല. ദൈവം മുഖത്തെ നോക്കുന്നില്ല. നമ്മൾ ഗലാത്യർ 2:6 ശരിക്കും ആ ഗോഡ് ഷോസ് നോ പാർഷ്യാലിറ്റി എന്നുള്ളതിൻ്റെ ശരിക്കും ഗ്രീക്കിൽ എക്സാക്ട്ലി എനിക്കൊന്ന് മലയാളത്തിൽ അത് കുറച്ചുകൂടെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവം മുഖം നോക്കിയിട്ടില്ല. ഇപ്പം ചില നല്ല ടീച്ചർമാരുണ്ട്, പക്ഷപാതമുള്ള ടീച്ചർമാരുണ്ട്. പക്ഷപാതമുള്ള ടീച്ചർമാർ മുഖം നോക്കി മാർക്കിടാം, ഇത് ഇന്നാൾ എഴുതിയത്, അതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് ഇരിക്കട്ടെ. പക്ഷേ നല്ല നീതിയുള്ള നല്ല ടീച്ചർമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ടീച്ചർമാരായിരുന്നു. അവർ മുഖം നോക്കിയിട്ടൊന്നുമല്ല, എന്ത് എഴുതി വെച്ചിട്ടുണ്ട് അതിനുള്ള മാർക്ക് കൊടുക്കും. എന്ന് പറഞ്ഞതുപോലെ ഗലാത്യർ 2-ാം 6 വാക്യത്തിൽ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഗലാത്യർ 2:6 ഇംഗ്ലീഷിൽ ഗോഡ് ഷോസ് നോ പാർഷ്യാലിറ്റി എന്ന് NASBയിൽ പറയുന്നുള്ളൂ. എന്നാൽ മലയാളത്തിൽ കുറച്ചുകൂടെ കറക്റ്റായിട്ടാണ് ഗ്രീക്കിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം മനുഷ്യന് മുഖം നോക്കുന്നില്ല. അതിൻ്റെ ആ ഗ്രീക്ക് വാക്കെന്ന് പറഞ്ഞാൽ ലംബാനോ പ്രോസപ്പോൺ എന്നാണ്. ലംബാനോ എന്ന് പറഞ്ഞാൽ ടേക്ക് ഓർ അക്സെപ്റ്റ്, പ്രോസപ്പോൺ എന്ന് പറഞ്ഞാൽ ഫേസ്. അപ്പം മുഖം നോക്കുന്നില്ല എന്നാണ് അതിൻ്റെ അക്ഷരികമായിട്ടുള്ള പരിഭാഷ. മലയാളം പരിഭാഷ അവിടെ കുറച്ചുകൂടെ കറക്റ്റ്. NSBയിൽ അത് അത്ര കറക്റ്റായിട്ട് വന്നില്ല. എനിക്കൊന്ന് KJVയിൽ കുറച്ചുകൂടെ കറക്റ്റാണ്. ഗലാത്യർ 2:6 പറയുന്നത്, പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യൻ്റെ മുഖം നോക്കുന്നില്ല, ദൈവം മനുഷ്യനെ ഹൃദയമാണ് നോക്കുന്നതെന്ന് നമുക്കറിയാം. 1 ശമൂവേൽ 7:16 അല്ലേ, 1 ശമൂവേൽ 7 നമുക്ക് കുഞ്ഞുങ്ങൾക്ക് മനപ്പാട് വചനമായിട്ട് നമ്മളെപ്പോഴും 16:7 സോറി 1 ശമൂവേൽ 16:7 ദൈവം മുഖം നോക്കുന്നില്ല എന്നുള്ള കാര്യം അവിടെ ശമൂവേൽ യേശാവിൻ്റെ പുത്രന്മാരുടെ
പുത്രന്മാരെയൊക്കെ അന്വേഷിച്ചിട്ട് അവസാനം ഇത്രയേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവിടെ 1 ശമൂവേൽ 16-7 വാക്യത്തിൽ ദൈവവും മനുഷ്യരുടെ ഹൃദയങ്ങളെ നോക്കുന്നു എന്ന് പറയുന്നൊരു വാക്യം നമ്മളവിടെ കാണുന്നുണ്ടല്ലോ. അത് 16-7 വാക്യം 1 ശമൂവേൽ 16-7 ഇങ്ങനെ നമ്മൾ വായിക്കുന്നേ. അതിൻ്റെ മിഡിലിൽ മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് പോലെ നോക്കുന്നു, കണ്ണിന് കാണുന്നത് നോക്കുന്നു. ഗോഡ് സീസ് നോട്ട് ആസ് മാൻ സീസ്. മനുഷ്യനാണെങ്കിൽ മുഖം നോക്കി വിധിക്കും, പുറമേ ഉള്ളത് നോക്കി. മാൻ ലുക്സ് അറ്റ് ദ ഔട്ട്വേർഡ് അപ്പിയറൻസ് ബട്ട് ഗോഡ് ലുക്സ് അറ്റ് ദ ഹാർട്ട്. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. ആ ഒരു ഹൃദയത്തെ നോക്കുന്നു, അത് നമ്മളിവിടെ ഗലാത്യർ 2:6 പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവ് വീണ്ടും പറഞ്ഞിരിക്കുക, ദൈവം മനുഷ്യനെ മുഖം നോക്കുന്നില്ല. ഗോഡ് ഷോസ് നോ പാർഷ്യാലിറ്റി. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നിത്യതയിൽ നമ്മൾ നോക്കുമ്പോൾ, നമ്മളിന്ന് ഭൂമിയിൽ നോക്കുമ്പോൾ നമുക്ക് പലർക്കും പല വ്യത്യാസങ്ങൾ ആത്മീയമായിട്ട് ചിലർ കൂടുതൽ ആ ഒരു തീക്ഷ്ണതയോടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടോടെയൊക്കെ ആയിരിക്കുന്നു, ചിലർ അങ്ങനെയൊക്കെ ആയിരിക്കുന്നു. നമ്മൾ ആരെയും വിധിച്ചു തള്ളാലല്ല, എപ്പോഴാ പിമ്പന്മാർ മുമ്പിലാവുന്നതെന്നോ മുമ്പന്മാർ മുമ്പിലാവുന്നതെന്നോ നമുക്ക് അറിയത്തില്ല. ഇന്ന് അവരുടെ ആ ഒരു അവസ്ഥയിൽ അവർക്ക് അത്രയേ ഉള്ളൂ, അവർക്ക് അത്രയും വെളിപ്പെട്ടിട്ടുള്ളൂ. അവർക്ക് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ അത്രയും ഒരു ബോധത്തിലേക്ക് വന്നിട്ടുള്ളൂ, അവർ അത്രയും നുറുക്കപ്പെട്ടിട്ടുള്ളൂ. നമ്മൾ എത്രയധികം നമ്മളുടെ ആ സ്വയബലത്തിൽ നുറുക്കപ്പെട്ടിട്ടുണ്ടോ അത്രയും നമ്മളൊരു ആവശ്യബോധത്തോടെ നമ്മളായിരിക്കുമ്പോൾ അവിടെ നമുക്ക് യേശുവിനെ വെളിപ്പെടും. അതാണ് നമ്മളിപ്പം യോഹന്നാൻ 16-15 യോഹന്നാൻ 16-14 അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തുക. ആ കർത്താവ് പരിശുദ്ധം ആർക്ക് അറിയിച്ചു കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ശിശുഹൃദയം ഉള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പറയുക, പിന്നെ താഴത്തുള്ള നമ്മൾ പറഞ്ഞ വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിച്ചോട്ടെ. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളതെന്ന് പറയുമ്പോൾ കർത്താവെ നിന്നെ തന്നെ ഒഴിച്ച് അല്ലേ ഈ ഭൂമിയിൽ വന്നത്, പിന്നെ പിതാവിനുള്ളതൊക്കെ നിനക്കുള്ളതാന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ചോദിച്ചാൽ ഫിലിപ്പിയർ 2:6 എഴുതപ്പെട്ടിട്ടില്ലെങ്കിലും ഫിലിപ്പിയർ 2:6-7 വാക്യങ്ങൾ നമുക്കറിയാവുന്നതുകൊണ്ട് കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെ ഒഴിച്ച് ആണ് ഈ ഭൂമിയിൽ വന്നത്. അപ്പോൾ പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണെന്ന് കർത്താവ് എങ്ങനെ ക്ലെയിം ചെയ്യാൻ ഒക്കുമെന്ന് ചോദിച്ചാൽ കർത്താവ് ഒപ്പം പറയും, യോഹന്നാൻ 17:10 നീ വായിച്ചിട്ടില്ലേ എൻ്റെ മോളെ എന്ന് ചോദിക്കും. യോഹന്നാൻ 17 തൊട്ട് അടുത്ത 17-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, എൻ്റേതെല്ലാം നിൻ്റേതെന്ന് പറഞ്ഞാൽ പിതാവിൻ്റേതും നിൻ്റേതെല്ലാം എൻ്റേതുമാകുന്നു. പിതാവിൻ്റേതെല്ലാം യേശുവിൻ്റേതാകാൻ കാരണം എന്താ? യേശു ദൈവത്തിൻ്റെ രണ്ടാമനായതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ രണ്ടാമനാണ്, ദൈവത്തിൻ്റെ തൃത്വത്തിൻ്റെ രണ്ടാമനാണ്, ശരി തന്നെ. എന്നാൽ പിതാവിൻ്റേതെല്ലാം യേശുവിൻ്റേതാകാനുള്ള കാരണം യേശു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നിട്ടും തൻ്റേതായിട്ടുള്ളതെല്ലാം പിതാവിൻ്റേതായിട്ടങ്ങ് എണ്ണി. അതുകൊണ്ട് പിതാവ് എന്ത് ചെയ്തു? എൻ്റേതായിട്ടുള്ള എല്ലാം നിൻ്റേതാണ് എൻ്റെ മോനെ എന്ന് പറഞ്ഞു. ഇപ്പം നമുക്കും ആ ഒരു ആക്സസ്സാണ് ഉള്ളത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. പക്ഷേ നമുക്ക് എപ്പോഴാണ് അത് സ്വായത്തമാക്കാനൊക്കെ വെച്ചാൽ എൻ്റേതായിട്ടുള്ള എല്ലാം കർത്താവിൻ്റേതാണെന്ന് എണ്ണുമ്പോഴാണ് കർത്താവിൻ്റേതായിട്ടുള്ള എല്ലാം എൻ്റേതായിട്ട് എനിക്ക് അനുഭവിക്കാനൊക്കുന്നത്. അതാ പറയുന്നത്. അപ്പം യേശുവിൽ നിന്നുള്ളത് എടുത്ത് കാണിച്ചു തരുമെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ എല്ലാം എൻ്റേതാ, അതുകൊണ്ട് എൻ്റെയിൽ നിന്ന് എടുത്ത് കാണിച്ചു തരുമെന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെ ഈ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നതെന്നാണ് കർത്താവ് പറഞ്ഞു വരുന്നത്. അതാണ് നമ്മൾ യോഹന്നാൻ 16:15 പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ട് അത്രയും അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് അറിയിച്ചു തന്നത് ശരിക്കും ആർക്കുള്ളതിൽ നിന്ന് എടുത്ത് അറിയിച്ചു തരുന്നത്? പിതാവിൽ നിന്നുള്ളതിന് എടുത്ത് അറിയിച്ചു തരുന്നത് എന്ന് വെച്ചാൽ എൻ്റേതെല്ലാം പിതാവിൻ്റേതെല്ലാം എൻ്റേതുവാ. അത് ഞാൻ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് 16-ാമത്തെ വാക്യം കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, കർത്താവ് ക്രൂശിക്കപ്പെടും. അത് കഴിഞ്ഞിട്ട് ആ ബോഡി കൊണ്ടുപോയി അരമത്തെ ജോസഫിൻ്റെ അതുവരെ ആരും അടക്കിയിട്ടില്ലാത്ത ആ കല്ലറയിൽ കൊണ്ട് അടക്കും. അപ്പം പിന്നെ യേശുവിനെ കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും കർത്താവ് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം അവരെ കാണുന്നതാണ്. എന്നാൽ കുറച്ചുകൂടെ താഴോട്ട് വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന നിങ്ങൾ എന്നെ കാണും എന്ന് പറയുന്നത് പുനരുദ്ധാനത്തിന് ശേഷം അക്ഷരമായിട്ട് കാണും, ശരി തന്നെ. പക്ഷെ എങ്കിലും കർത്താവ് എംഫസൈസ് ചെയ്ത് വന്നുവെന്ന് പറഞ്ഞു വരുമ്പം 23-ാമത്തെ വാക്യത്തിൽ അന്ന് ഇൻ ദാറ്റ് ഡേ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് പെന്തക്കോസ്ത് നാളിൽ വരുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് അവരുടെ വന്ന് നിറയുമ്പോഴാണ് അവർ യഥാർത്ഥത്തിൽ ഹൃദയശുദ്ധിയുള്ളവരായിട്ട് യേശുവിനെ ആത്മാവിൽ കാണുന്ന ഒരു കാഴ്ച. അതുവരെ അവർ കർത്താവിൻ്റെ അക്ഷരികമായിട്ട് കർത്താവിനെ കണ്ടു. അതവർക്ക് പ്രയോജനപ്പെട്ടു എന്ന് വെച്ചാൽ പ്രയോജനപ്പെട്ടു. കുറച്ച് സമയത്തേക്ക് കർത്താവ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വള്ളവും വലയൊക്കെ എടുത്തുകൊണ്ട് പോയി. അതാണ് നമ്മുടെ യോഹന്നാൻ 20-ാം അധ്യായത്തിൽ സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല കാര്യത്തെ തലകുലുക്കി പത്രോസൊക്കെ തലകുലുക്കിയൊക്കെ കേട്ടു. കുറച്ച് കഴിയുമ്പോൾ പത്രോസിനൊക്കെ നിരാശ വന്നു, കർത്താവ് പോയി കഴിഞ്ഞിട്ട്. അപ്പം പിന്നെ ആ വള്ളവും വലയും എനിക്ക് ആ പണി അറിയത്തുള്ളൂ. അതുകൊണ്ട് പിന്നെയും പുള്ളി ഇരുന്ന് അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന കാര്യം നമ്മളിവിടെ കാണുന്നതെന്ന് പറഞ്ഞതുപോലെ
അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് നിങ്ങളുടെ സന്തോഷം മാറി. നമ്മൾ ആദ്യം പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് ഞാൻ വന്നങ്ങ് കൊണ്ടുവന്ന് നിർത്തുവാണേ. അപ്പോൾ നിങ്ങളുടെ സന്തോഷം ആരും എടുത്ത് കളയുകയില്ല എന്ന തരത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ കാണുന്ന അന്ന് നിങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിൽ വന്ന് കാണണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ നമ്മൾ എന്താ ചാടുവോ തുള്ളുവോ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ സ്വത്രം ഒത്തിരി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലും അല്ല പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ടും കർത്താവിനെ സമ്പൂർണ്ണമായിട്ടും അങ്ങ് സമർപ്പിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ വന്ന് നിറയും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്തെങ്കിലും ഒരു വികാരങ്ങൾ ഇളക്കി മറിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറേ സൗണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഒത്തിരി ചാടുന്നതുകൊണ്ടോ അല്ല, മറിച്ച് അതൊക്കെ നമ്മളുടെ ഈ വികാരങ്ങളൊന്ന് ഇളക്കപ്പെടും എന്നുള്ളതേ ഉള്ളൂ. അത് കുറച്ച് നേരത്തേക്കേ നിൽക്കത്തുള്ളൂ. എന്നാൽ യഥാർത്ഥത്തിലുള്ള ആദ്യം പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിലേക്ക് എങ്ങനെ വന്നേ? നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചപ്പോൾ കർത്താവ് എനിക്കായിട്ട് ജീവിക്കണം, അങ്ങേക്കായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് താഴ്ത്തി ഏൽപ്പിച്ചപ്പോൾ നമ്മളുടെ ആ ഇഷ്ടം, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിലൊരു മുറിവ്, ആ ജഡമാകുന്ന തിരശ്ശീല അല്ലെങ്കിൽ സ്വയമാകുന്ന തിരശ്ശീലയിൽ ഒരു ചെറിയ ചീന്തൽ വന്നപ്പോഴാണ് പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നത്. ഇനിയും പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിലേക്ക് അധികമായിട്ടൊന്ന് നിറയണമെങ്കിൽ അതേ വഴിയേ ഉള്ളൂ. കർത്താവെ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിച്ചമുള്ളിടത്തോളം സമ്പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ ഒരു വട്ടപ്പൂജ്യമായിട്ട് താഴ്ത്തി കർത്താവ് എൻ്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് താഴ്ത്തിയാൽ മതി. പരിശുദ്ധാത്മാവിന് വന്ന് നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് ഒന്ന് നിറയുന്നത് വെച്ചാൽ താണ നിലത്തെ നീരോടും അവിടെ ദൈവം തുണ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ കുറച്ച് താഴ്ചയുണ്ട്, വെള്ളത്തിനോട് നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. താഴ്ച ഉണ്ടെങ്കിൽ വെള്ളം അങ്ങോട്ട് വന്ന് ഒഴുകി വന്നോളും. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ നദി നമ്മൾ താഴ്മയോടെ 0 ആയിട്ട് ഇരിക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞോളാം. അപ്പോൾ നിങ്ങൾ എന്നെ കാണും. അത് നമ്മൾ 16-ാമത്തെ വാക്യത്തിൽ കുറഞ്ഞെന്ന് കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ലേ, പിന്നെയും കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ കാണും. 17-ാമത്തെ വാക്യത്തിൽ അവൻ്റെ ശിഷ്യന്മാർ ചിലർ കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുമെന്ന് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു എന്നും അവൻ നമ്മുടെ ഈ പറയുന്നത് എന്തെന്ന് തമ്മിൽ ചോദിച്ചു. കർത്താവിനോട് അങ്ങനെയൊക്കെ ചോദിച്ച കർത്താവിനോട് ഫിലിപ്പോസ് ഇടയ്ക്ക് എന്ന് ചോദിച്ചായിരുന്നു, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ നല്ല ഡോസ് കിട്ടി. ഇതുവരെ കണ്ടിട്ടില്ല, ഞാൻ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടെന്ന് അറിയത്തില്ലെന്ന് കർത്താവ് ഒന്ന് ഒരു തട്ട് കൊടുത്തിട്ട് ചോദിച്ചു. അപ്പം ഇനിയിപ്പോൾ അവർ കർത്താവിനോട് ചോദിക്കാനൊരു ധൈര്യമില്ല. ഇനിയിപ്പോൾ അടുത്ത് എന്തെങ്കിലുമൊക്കെ കർത്താവ് ഇത്രയും എന്നോട് മനസ്സിലായില്ലേ, സ്നേഹത്തോടെ കർത്താവ് ചോദിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ അവർ തമ്മിൽ ചോദിച്ചതല്ലോ. അപ്പോഴത്തേക്കും കർത്താവ് കാര്യം പിടികിട്ടി. അത് നമ്മൾ വായിച്ചത്, നിങ്ങൾ തമ്മിൽ ചോദിക്കുന്നു, അവർ തമ്മിൽ പറഞ്ഞു എന്ന് അറിയുന്നില്ലെന്ന് അവർ പറഞ്ഞു. അപ്പം 19-ാമത്തെ വാക്യത്തിൽ അവർ തന്നോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിഞ്ഞ് കർത്താവ് അവരുടെ ഹൃദയത്തിൻ്റെ ആ കാര്യം ഡിസേൺ ചെയ്ത് കർത്താവ് അപ്പോഴും ജഡത്തിൽ തന്നെ ഉള്ള എന്നാൽ പരിശുദ്ധാത്മാവ് വേണ്ടുന്ന ഡിസേൺമെൻറ്റ്, വിവേചനം യേശുവിന് കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം അവരെന്താ ചോദിക്കാൻ പോകുന്നുള്ള കാര്യം അറിഞ്ഞ് യേശു അവരോട് പറഞ്ഞത്, കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് 19-ാമത്തെ വാക്യം, എന്നെ കാണുമെന്ന് ഞാൻ പറയുകയാൽ നിങ്ങൾ തമ്മിൽ ചോദിക്കുന്നു. ആമേൻ ആമേൻ. കർത്താവ് എല്ലാ വാക്യങ്ങളും ആമേൻ ആമേൻ എന്നും പറഞ്ഞിട്ടില്ല. കർത്താവ് ശരിയാണ്, കർത്താവ് സത്യം തന്നെയാണ്. അപ്പം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് എല്ലാം സത്യം തന്നെ. എന്ന് ചില കാര്യങ്ങൾ കർത്താവ് പറയുമ്പോൾ വീണ്ടും ആമേൻ ആമേൻ. ഇപ്പം വീണ്ടും ജനിക്കുന്നതിൻ്റെ കാര്യം പറയും, ആമേൻ ആമേൻ, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ഒരുവൻ സ്വർഗ്ഗരാജ്യം കാണുകയില്ല എന്നൊക്കെ യോഹന്നാൻ 3:3 പറയുമ്പോഴും അതുപോലെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയും. കർത്താവ് വീണ്ടും ആമേൻ ആമേൻ എന്ന് പറയുന്ന ഒരു വാക്യം നമ്മളിവിടെ 20-ാമത്തെ വാക്യം യോഹന്നാൻ 16:20, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും. ശരിയാണ്, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും. കർത്താവ് കർത്താവിനെ കാണുന്നില്ല, കർത്താവ് കല്ലറയിൽ അടക്കപ്പെട്ടു, ഇനി എന്താവും അറിയത്തില്ല, യഹൂദന്മാരെല്ലാം കൂടി ഞങ്ങളെ നാമാവശേഷമാക്കുമായിരിക്കും. അപ്പം ലോകമോ സന്തോഷിക്കും. ലോകക്കാരായിട്ടുള്ളവർ പരീശന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഒക്കെ ഇവൻ്റെ കാര്യം കഴിഞ്ഞു, ഇത്ര നാൾ വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് നടന്നിട്ട് ഇപ്പം കല്ലറയിൽ ഞങ്ങൾ പൂട്ടി വെച്ചേക്കും, ഞങ്ങൾ നന്നായിട്ട് സീലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞ് ലോകക്കാർ സന്തോഷിക്കും, ലോകമോ സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിക്കും. അതുകഴിഞ്ഞിട്ട് പറയും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. എപ്പോഴാണ് സന്തോഷമായി തീരുന്നതെന്ന് പറയുന്നത്? എൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സഭയാകുന്ന ഒരു കുഞ്ഞ് ജനിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ സ്ത്രീ 21-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉദാഹരണം. സ്ത്രീ പ്രസവിക്കുമ്പോൾ തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ആരും സന്തോഷിക്കുന്നതെന്ന് നമ്മൾ ഒരു ലേബർ റൂമിൽ കണ്ടിട്ടില്ല. എത്ര വിശ്വാസികളായിട്ടുള്ള സൗകര്യമാരായാലും കരയും, ദുഃഖമുണ്ട്, അവിടെ വേദനയുണ്ട്, അത് പറഞ്ഞറിയിക്കാനാവാത്ത വേദനയാണ്. തൻ്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ഈ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തൻ്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് നീയല്ലേ ഇത്ര നേരം കരഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ, ഞാനോ കരഞ്ഞോ? ഞാൻ കരഞ്ഞെന്ന് ഓർക്കുന്ന പോലുമില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടി എന്നൊരു സ്ത്രീ പറയുന്നത് പോലെ ഈ ഒരു പ്രസവവേദന പോലൊരു അവസ്ഥയായിരുന്നു. കർത്താവ് ക്രൂശിക്കപ്പെടുന്നു, ഇവരെല്ലാം ചിതറിക്കപ്പെടുന്നു, ശിഷ്യന്മാരെല്ലാം ചിതറിക്കപ്പെടുന്നു. പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്നു.
പത്രോസ് തന്നെ, ലീഡറായിട്ടുള്ള പത്രോസിന് തന്നെ ഇപ്പം കർത്താവിനെ തന്നെ തള്ളിക്കളഞ്ഞോ എന്നുള്ള പല ആകുല ചിന്തകളും ഒക്കെ ആയിട്ടിരിക്കുകയാണ് ഈ 3 ദിവസം. പിന്നീട് കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം പത്രോസിനെ സ്പെഷ്യലായിട്ട് വിളിക്കുന്ന കാര്യവും മർക്കോസ് 16:7 പറയുന്ന കാര്യമൊക്കെ നമുക്കറിയുന്ന ആ 3 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാനൊക്കെ ഒന്നുമില്ല. 3 രാവും 3 പകലും ആ ശിഷ്യന്മാർ കടന്നുപോയ ഒരു പ്രസവ വേദന. നമ്മൾ ശരിക്കും ഈ ശിഷ്യന്മാരെ ദൈവം ഇത്രയധികം വലിയതായിട്ട് ഉപയോഗിച്ചല്ലോ, അവരൊന്ന് നിഗളിച്ചു പോയില്ലയോ എന്ന് വെച്ചാൽ അവർ അതുപോലെ നുറുക്കപ്പെട്ടു, അതുപോലെ പ്രസവ വേദനയിലൂടെ പോയി. അതിനുശേഷവും പിന്നെ 40 നാൾ വീണ്ടും കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. പിന്നെയും 10 നാൾ അവർ പ്രാർത്ഥിച്ചു, കാത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ 40-ഉം 10-ഉം 50-ാമത്തെ പെസഹ കഴിഞ്ഞിട്ടുള്ള 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിലേക്ക് വരുമ്പോഴാണ് കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോഴാണ് ഈ സന്തോഷം. അപ്പം പിന്നെ അവർ കഷ്ടമോ അതൊക്കെ എന്നെ മറന്നുപോയി, കരച്ചിലോ അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞ് ജനിച്ചു, സഭയാകുന്ന കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ആ സഭയെ ഒരു കുഞ്ഞിനോട് വളരെ മനോഹരമായിട്ട് ഉപമിക്കുന്ന ഒരു കാര്യം നമ്മളിവിടെ കാണുന്നത്. അതാ പിറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവർ തൻ്റെ കഷ്ടം ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് കർത്താവ് പറയുക, അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ട്. ഇപ്പം ഞാൻ പോവുകയാണ്, എല്ലാവരും നിങ്ങൾക്ക് എതിരായിട്ടൊക്കെ തിരിയും, നിങ്ങൾ അവർ കഥവും മുറിയൊക്കെ അടച്ചിരിക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ യോഹന്നാൻ 20-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈവൻ പുനരുദ്ധാനത്തിന് ശേഷവും അവർ അടച്ചിട്ട റൂമിലായിരുന്നു. ചില പുറത്തോട്ടിറങ്ങിയ ഇവരൊക്കെ എന്ത് പറയും, എന്ത് ചെയ്യും, ഇവരെയും കൂടെ പിടിച്ച് ക്രൂശിക്കുമോ എന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെ അവർ വല്ലാത്തൊരു കഷ്ടത്തിലൂടെ, ഒരു പ്രസവവേദനയിലൂടെ കടന്നു പോവുക. ഇടയ്ക്കിടയ്ക്ക് വന്ന് കർത്താവ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇടയ്ക്ക് പ്രസവവേദനയിൽ പ്രസവവേദന വരുന്ന വേവ്സ് ആയിട്ടാണ് വരുന്നത് നമുക്കറിയാം. മെഡിക്കൽ സയൻസിൽ അത് നമുക്കറിയാം, അനുഭവമുള്ള സഹോദരിമാർക്കും അറിയാമല്ലോ. അതായത് പ്രസവവേദന വന്നു പോകുന്നു, പിന്നെ വന്നു, പിന്നെ അത് പോകുന്നു എന്ന് പറയുന്ന പോലെ ഇടയ്ക്ക് പോകുമ്പോൾ ഇടയ്ക്ക് കർത്താവിന് കുറച്ച് ആശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെയും വല്ലാത്ത ഞരക്കവും കാര്യങ്ങളൊക്കെ. എന്നാൽ അവസാനം കുഞ്ഞ് ജനിച്ചു. ആ സഭ പെന്തക്കോസ്ത് നാളിലെ പരിശുദ്ധാത്മ അവരിലേക്ക് വന്ന് നിറഞ്ഞു. സഭ ഒരു കർത്താവിൻ്റെ ശരീരമായിട്ട് ഒരു ശിശു എന്നവണ്ണം ജനിക്കുന്നു. അപ്പോഴത്തേക്കും വലിയ സന്തോഷം. അത് പറയുന്നത് 22-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും 22-ാമത്തെ വാക്യം, എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും. അപ്പോൾ അത് ആ പുനരുദ്ധാനത്തിന് ശേഷം, ആരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മ അവരിലേക്ക് വന്ന് കാണുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അതാ നമ്മൾ 23 കൂടി ചേർത്ത് വായിക്കാൻ പറ്റുന്നത്. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുക. അതാ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങി. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല. അതാ പല കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ അപ്പോഴത്തേക്കും പെന്തക്കോസ്ത് നാളായപ്പോഴത്തേക്കും എല്ലാവരുടെയും എതിർപ്പ് കുറഞ്ഞെന്നാണോ? അല്ല, കൂടിയതേ ഉള്ളൂ, എതിർപ്പൊക്കെ കൂടിയതേ ഉള്ളൂ. പക്ഷേ അവർ സന്തോഷം കൊണ്ട് നിറഞ്ഞവരായി തീർന്നു. അതാ നമ്മൾ വായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും പല പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. ചിലപ്പം ചിലതൊക്കെ ദൈവം നമുക്ക് കഴിയുന്ന കൂടുതലൊന്നും കർത്താവ് അനുവദിക്കത്തില്ലെന്ന് 1 കൊരിന്ത്യർ 10-ന്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് അറിയുന്ന അന്ന്, അതായത് ഇൻ ദാറ്റ് ഡേ എന്നുള്ള ആ പ്രയോഗം കർത്താവ് ഇതിനു മുമ്പും യോഹന്നാൻ 14:20 ഒക്കെ പറയുന്ന കാര്യം നമുക്കറിയാം. ഇൻ ദാറ്റ് ഡേ, ആ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ, ഞാൻ പിന്നെയും ആമേൻ ആമേൻ എന്നോട് പറയുക, ട്രൂലി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. പിതാവിനോട് നിങ്ങളങ്ങ് അന്ന് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അബ്ബാ പിതാവേ എന്നുള്ളൊരു പുത്രസ്വീകാരത്തിന് ആത്മാവ് അബ്ബാ പിതാവിൽ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇന്ന് ഒരു കരച്ചിലുണ്ടാവും എന്നുള്ളൊരു നിലവിളി ഉണ്ടാവും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ റോമർ 8:15 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പിതാവ് തങ്ങൾക്ക് ഒരു പിതാവുണ്ട്, ഇതുവരെ യേശു പിതാവ് നിങ്ങൾക്ക് ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട വന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്കൊരു സ്വർഗത്തിലൊരു പിതാവുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ നാമത്തിൽ നിങ്ങളെ ചോദിക്കും. ഇന്നുവരെ നിങ്ങൾ 24 കൂടെ വായിച്ചാൽ ഞങ്ങൾ നിർത്തുക. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. ഇതുവരെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കാനൊക്കെ, പക്ഷേ ഇതുവരെ നിങ്ങളൊന്നും അപേക്ഷിച്ചില്ല. അപേക്ഷിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വേണ്ട നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് ആ സ്വർഗത്തിലൊരു പിതാവുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കർത്താവിനോട് ചോദിക്കാം. നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള ഭൗതിക ആവശ്യങ്ങൾ ചോദിക്കുക. എന്നാൽ അതിലുപരി ആത്മീയമായിട്ട് കർത്താവിനെ പോലെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണം, കർത്താവിന് ഏറ്റവും പ്രസാദകരമായിട്ട് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് എനിക്ക് ജീവിക്കണം. അതാ ഏറ്റവും നമ്മൾ അപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യം. പിന്നെ അതിൻ്റെ ബോണസായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഭൂമിയിലെ ചില ആവശ്യങ്ങൾ ശരിയാണ്. നമുക്ക് പരീക്ഷയുണ്ട്, ചില ജോലിയുടെ ചില പ്രശ്നങ്ങളുണ്ട്, ചില കുടുംബ ബന്ധുക്കളുടെ ഇടയിലുള്ള ചില പ്രോബ്ലംസ് ഉണ്ട്, ചില സാമ്പത്തികമായിട്ടുള്ള ചില ഞെരുക്കങ്ങളുണ്ട്, അങ്ങനെയൊക്കെയുള്ള പല ആവശ്യങ്ങളുണ്ട്. അതൊന്നും കർത്താവ് മറികടക്കത്തില്ല. അതെല്ലാം നമുക്ക് ചോദിക്കാം. എന്നാൽ എല്ലാത്തിലും ഉപരി കർത്താവ് അവിടുത്തെ ഇഷ്ടം ചെയ്ത് എനിക്ക് അങ്ങേപോലെ എനിക്ക് ആയിത്തീരണം, അങ്ങേപോലെ എനിക്ക് ജീവിക്കണം, അതാ എൻ്റെ ആഗ്രഹം. അങ്ങനെ നമ്മുടെ പിതാവിനോട് എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാനൊക്കെ. അതിനായിട്ട് ആ പരിശുദ്ധാത്മാ നമ്മളുടെ ഉള്ളിൽ വലിയ ഞരക്കങ്ങളോടെ നമ്മളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഞരക്കങ്ങളോടെ നമ്മളിൽ നിന്ന് പക്ഷപാതം ചെയ്യുന്നു എന്നൊക്കെ റോമർ 8-ന്റെ 23-ാമത്തെ വാക്യം 26-ാമത്തെ വാക്യത്തിലും പിന്നെ താഴോട്ടുള്ള വാക്യത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ അതായത് പരിശുദ്ധാത്മാവ് നമ്മളൊന്ന് നിറയുമ്പോൾ നമുക്ക്
പരിശുദ്ധാത്മാവ് ഞരക്കങ്ങളാൽ ഉച്ചരിക്കാൻ പറ്റാത്ത ആ ഒരു ഞരക്കങ്ങളാൽ പിതാവിനോട് പല കാര്യങ്ങളും നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. അവിടെ ദൈവം നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയൊരു അഷുറൻസ് ആയിട്ട് ചില കാര്യങ്ങൾ ദൈവം നോന്നായിരിക്കും പറയുന്നത്. ട്രാഫിക് ലൈറ്റ് മാതിരി ചിലപ്പം റെഡ് ലൈറ്റ് ആയിരിക്കും, ചിലപ്പം വെയിറ്റ് ആയിരിക്കും, കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ഗ്രീൻ ആയിട്ട് പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ ഉത്തരം കിട്ടും. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ആ സന്തോഷത്തിൻ്റെ ഒരു കോട്ടം വരത്തില്ല. നിങ്ങളുടെ ഹൃദയം അത് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു വന്ന കാര്യങ്ങൾ അത് നമ്മൾ പറഞ്ഞു തുടങ്ങിയതുപോലെ ആ ഒരു നമ്മളുടെ ദുഃഖം സന്തോഷകരമായി തീരും. 20-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം ഈവൻ 24-ാമത്തെ വാക്യത്തിലും സോ ദാറ്റ് യുവർ ജോയ് മേ ബി മെയ്ഡ് ഫുൾ, നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വേണ്ടി നിങ്ങൾക്ക് ലഭിക്കും. 22-ാമത്തെ വാക്യം 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ ദുഃഖം സന്തോഷകരമായി തീരും. 22-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. 24-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വേണ്ടി നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനൊരു പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ അങ്ങനെ ഒരു നിലനിൽക്കുന്ന സന്തോഷമുള്ളൊരു ജീവിതത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ആ ആത്മാവിനാൽ നിറയപ്പെടാനായിട്ട് നമുക്ക് ഒരിക്കൽ കൂടെ നമ്മളെ പലരും ആ ആത്മാവിനെ നിറവുള്ളവരായിരിക്കും. എന്നാൽ ഇന്ന് ഒരിക്കൽ കൂടെ കർത്താവേ, ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതിലും അധികമായിട്ടൊരു നിറവ് എനിക്ക് വേണം. എനിക്ക് പിതാവിനോടെല്ലാം സ്വാതന്ത്ര്യത്തോടെ ചോദിക്കാൻ തക്കവണ്ണം കർത്താവെ ആ ഒരു പുത്രസ്വീകാരത്തിൻ്റെ ആത്മാവ്, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു ആത്മാവ് ഞാൻ എന്നെ നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളുടെ ദുഃഖം എല്ലാം സന്തോഷകരമാക്കി മാറ്റുന്നൊരു കർത്താവ്, വിശന്നിരിക്കുന്നവനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ്, ആ കർത്താവിനെ നോക്കി നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാം. നമ്മളുടെ പരിശുദ്ധാത്മാവിനെ സന്തോഷത്താൽ കർത്താവ് നമ്മളെ അധികമായിട്ട് നിറയ്ക്കട്ടെ. പ്രഭവനത്തെ ആ വചനങ്ങളാലെല്ലാം കർത്താവ് ഈ വചനങ്ങളാലും ഇനി സഹോദരങ്ങൾ പറയുന്ന വചനങ്ങളാലും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഇസ്രായേൽ മക്കളെ ആ സംഹാരദൂതൻ കടന്നുപോയപ്പോൾ അവരുടെ സങ്കടങ്ങളെല്ലാം തീർന്നുപോയി എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിലും സംഹാരദൂതൻ കടന്നുപോയി. കർത്താവ് നമ്മളെ രക്ഷിച്ചു. കുഞ്ഞാടിൻ്റെ രക്തത്താൽ, കുഞ്ഞാടിൻ്റെ വിലയേറിയ നെണത്താൽ ആ രക്തത്തിൽ മറിഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ട ആ ക്ഷണത്തിൽ പറവനടിമയല്ല, പരമസിയനല്ല, അന്യനല്ല, പാറായ മധുരമാക്കി തീർക്കുന്ന ആ കർത്താവ്, പാറയെ പിളർന്ന ദാഹം തീർക്കുന്നവൻ, മരുഭൂമിയിൽ നടത്തുന്ന കർത്താവിനെ കുറിച്ചൊക്കെ നമ്മൾ പുതിയ മന്ന തരുന്ന കർത്താവിനെ കുറിച്ചൊക്കെ നമ്മൾ പാടുവാണ്. മനോഹരമായ കനാൻ ദേശം, അത് കനാൻ ദേശം പരിശുദ്ധാത്മാവിന് നിറവിലുള്ള ഒരു സ്വസ്ഥതയുള്ള ഒരു ദേശം. അതാണ് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത സന്തോഷം. ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, പണവോ വേറെ ഭൗതികമായിട്ടുള്ള വസ്തുക്കളൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് എടുത്തുകൊണ്ട് പോകാനൊക്കെ, എന്നാൽ ഇവിടെ മറ്റുള്ളവർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത സന്തോഷം, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകത്തില്ലെന്ന് കർത്താവ് പറഞ്ഞ് ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമുക്ക് ലഭിക്കുന്ന ആ ഒരു മനോഹരമായ കനാൻ ദേശം, പരിശുദ്ധാത്മാവിൻ്റെ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും, ആ ഒരു ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെ ഇല്ലെന്നൊക്കെ ആ ബാക്കി നമ്മൾ വീണ്ടും കേട്ടു. അത് അഴിയാത്തൊരു അവകാശമാണ്. പലരും കനാൻ ദേശം എന്ന് പറയുമ്പം മരിച്ചതിന് ശേഷം സ്വർഗ്ഗദേശത്തെക്കുറിച്ചാണ് പലരും ചിന്തിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ വചനപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ കനാൻ ദേശം ഇവിടെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള വലിയ സന്തോഷത്തോടെ സമാധാനത്തോടെ ഉള്ളൊരു ജീവിതം, ആനന്ദം, പരമാനന്ദമാണ് കനാൻ ജീവിതം. എനിക്ക് ആനന്ദമാണ്. എൻ്റെ ബലവും എൻ്റെ സംഗീതവും എൻ്റെ രക്ഷയും എല്ലാം കർത്താവ് തന്നെ ആകുന്ന ആ ഒരു സന്തോഷമുള്ളൊരു ജീവിതം. ആ ജീവിതത്തിലേക്ക് നമ്മൾ അവസാനത്തെ സ്റ്റാൻസിൽ പാടുന്ന പോലെ എൻ്റെ ബലവും എൻ്റെ സങ്കേതവും രക്ഷയും എല്ലാം യേശു മാത്രമാവുന്ന, എൻ്റെ ബലം കർത്താവ് മാത്രമാകുന്ന അവിടെയാണ് നമുക്ക് വലിയ സന്തോഷവും സമാധാനവും നിറയുന്ന ഒരു സ്വസ്ഥതയുള്ള. അപ്പം ആ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവെ അവിടുത്തെ ആത്മാവിനാൽ അധികമായിട്ട് ആ താണ നിലത്തെ നേരോടും നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി ഏൽപ്പിച്ച പരിശുദ്ധാത്മാവ്, കർത്താവ് എൻ്റെ ഇഷ്ടം പോലെയല്ല അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് അങ്ങേക്കായിട്ട് സമ്പൂർണ്ണമായിട്ടും ജീവിക്കണം, എനിക്ക് അവിടുത്തെ ഇഷ്ടം മാത്രം ഇനി ചെയ്താൽ മതി, കർത്താവ് എൻ്റെ ഇഷ്ടമൊന്നും ചെയ്യേണ്ട, എന്നെ തന്നെ ഞാൻ സമ്പൂർണ്ണമായിട്ടും എനിക്കുള്ളതെല്ലാം യേശു പറഞ്ഞതുപോലെ എനിക്കുള്ളതെല്ലാം പിതാവിനുള്ളതാണ്, അപ്പം പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതായിട്ട് മാറും. അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സകല ആത്മീയ അനുഗ്രഹങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞ് നമ്മുടെ സങ്കടങ്ങൾ അത് അവർ ഫറവോൻ്റെ അടിമയല്ല എന്നുള്ള മാത്രമല്ല, കനാൻ ദേശത്തിലേക്ക് വന്നു ചേർന്ന ആ ഒരു വലിയൊരു സന്തോഷത്തോടെ ആ ഒരു വലിയ പ്രത്യാശയോടെ നിറഞ്ഞുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ പാടാം. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നിൽ കടന്നുപോയി, സംഹാരദൂതൻ എന്നിൽ കടന്നുപോയി, കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ
സംഹാരദൂതൻ എന്നെ കടന്നുപോയി. പറവോരും ഞാനിനി അടിമയല്ല, പറവോരും ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാറായെ മധുരമാക്കി തീർക്കുന്നവൻ, മാറായെ മധുരമാക്കി തീർക്കുന്നവൻ. പറയെ പിളർന്നു ദാഹം പോകുമവൻ, പറയെ പിളർന്നു ദാഹം പോകുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മരുവിലും ദൈവത്തെ എനിക്കധിപതിയേ, മരുവിലും ദൈവമെനിക്കധിപതിയേ. തരുമവൻ പുതുമന്ന അതു മതിയേ, തരുമവൻ പുതുമന്ന അതു മതിയേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ. അതെനിക്കഴിയാത്തൊരവകാശമേ, അതെനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ. കനാൻ ജീവിതം എനിക്കാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എന്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കനാൻ ജീവിതം പരമാനന്ദമേ നമ്മൾ പാടി നമ്മളെ ആ കനാൻ ജീവിതത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് ദൈവജനത്തിനൊരു സ്വസ്ഥത ശേഷിച്ചിരിക്കുന്നു. നമ്മളെ എബ്രായർ 4:9 വായിക്കുന്നത് പോലെ ആ കനാനിൻ്റെ സ്വസ്ഥതയിലേക്ക് പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പരമാനന്ദം ആ ആദിമ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനാലും സന്തോഷത്താലും നിറഞ്ഞവരായിട്ട് അവർ കണ്ടിന്യൂവലി ഫിൽഡ്, അത് നിരന്തരമായിട്ട് സന്തോഷത്താലും പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞവരായി തീർന്നു നമ്മൾ വായിച്ചതുപോലെ നിങ്ങളുടെ
സന്തോഷം ആരും എടുത്തുകൊണ്ട് പോകത്തില്ല എന്ന് കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നിങ്ങളുടെ സന്തോഷം ആരും എടുത്തുകൊണ്ട് പോകില്ല. പിതാവിനോട് എൻ്റെ നാമത്തിൽ എന്ത് വേണമെങ്കിലും ചോദിക്കുക, അതെല്ലാം പിതാവ് തരും. അതെല്ലാം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞ നല്ല കർത്താവ്. ഇത്ര വലിയൊരു സന്തോഷകരമായ സന്തോഷത്തിൻ്റെ പാരമ്യം, എൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടെന്ന് പറയുന്നൊരു കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അവിടുത്തെ വലതുഭാഗത്ത് കർത്താവിൻ്റെ കാന്തയായിട്ടിരിക്കുന്ന ആ വലതുഭാഗത്ത് നിത്യപ്രമോദങ്ങളും ഉണ്ടെന്ന് നമ്മുടെ സങ്കീർത്തനം 16-11 വാക്യത്തിൽ വായിക്കുന്നത് പോലെ എപ്പോഴും നാം കർത്താവിനെ നമ്മുടെ വലങ്കരത്തിൽ കാണുമ്പോൾ കർത്താവ് നമ്മളെ തൻ്റെ വലങ്കരത്തിലേക്ക് പിടിച്ചടിപ്പിക്കുന്ന തൻ്റെ കാന്തയായിട്ട് ആ വലിയ സന്തോഷം അനുഭവിക്കുവാൻ, അത് നിത്യതയിൽ മാത്രമല്ല, നിത്യതയിൽ അത് ശരിയാണ്, അതിൻ്റെ ഒരു പാരമ്യം, അതിൻ്റെ വലിയൊരു സാക്ഷാത്കാരം, വലിയൊരു സാഫല്യം നിത്യതയിൽ നമ്മൾ പറഞ്ഞറിയിക്കാനാവാത്ത വലിയ സന്തോഷം അന്ന് നമ്മൾ അനുഭവിക്കും. എന്നാൽ ഇന്ന് തന്നെ ആ നിത്യജീവൻ തുടങ്ങിയിരിക്കുവാണ്. ഇന്ന് തന്നെ ആ ജീവൻ്റെ സമൃദ്ധി, ജീവനുണ്ടാകാനും സമൃദ്ധമായ ജീവനുണ്ടാകാനും നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ശരിയാണ് നമുക്ക് സന്തോഷം ഉണ്ടായി. എന്നാൽ ആ സന്തോഷം കൊണ്ട് എത്ര നാൾ മുമ്പോട്ട് പോകുന്നു? നിരന്തരമായിട്ടുള്ളൊരു സന്തോഷം, ജീവൻ്റെ സമൃദ്ധമായ ജീവൻ തരാൻ വേണ്ടി ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞു. ആ സമൃദ്ധമായ ജീവൻ തരണമെങ്കിൽ നമ്മൾ ഒരു മരണത്തിലേക്ക്, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൻ്റെ മരണത്തിലൂടെ നമ്മൾ കടന്നു പോകണം. ഒരു പ്രസവവേദന, അതിലൂടെ നമ്മൾ കടന്നു പോകണം. ആ സ്ത്രീ പ്രസവവേദനപ്പെടുമ്പോൾ അവൾക്ക് കഷ്ടമുണ്ട്, അതുപോലെ ശിഷ്യന്മാരെ നിങ്ങൾക്ക് ദുഃഖമുണ്ട്, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നമ്മളും പല ഞെരുക്കങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പല പ്രസവവേദനയിലൂടെ, അത് വന്നും വീണ്ടും അധികരിച്ചു വരുന്ന ഒരു വേദനയെ പോലെ വീണ്ടും പല വേദനകളും കാര്യങ്ങളും ഒക്കെ വരും. എന്നാൽ അവിടെയൊക്കെ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളുടെ ദുഃഖത്തെ അങ്ങ് സന്തോഷമാക്കി തീർക്കുന്ന കർത്താവ്. ആ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അവിടെ വലിയൊരു സന്തോഷമുണ്ട്. ആ സഭയാകുന്ന ശിശു ജനിച്ചപ്പോൾ ശിഷ്യന്മാർ സന്തോഷിച്ചാർത്തു. നമ്മളുടെ ജീവിതത്തിലും ആ യേശുവിൻ്റെ ജീവൻ, യേശുവിൻ്റെ ആത്മശരീരം നമ്മളുടെ ആത്മാവിൽ യേശു ഉരുവാകും തോറും നമ്മളിലും ആ സന്തോഷം അധികരിച്ച് വരും. കർത്താവിനെ അറിയും തോറും ആ അധികരിച്ച് വരുന്ന സന്തോഷത്തെക്കുറിച്ച് നമ്മുടെ സൗരന്മാരിൽ നിന്നുമെല്ലാം സാക്ഷ്യമായിട്ട് കേട്ടതുപോലെ കർത്താവിന് ഈ ലോകത്തിന് തരാൻ കഴിയാത്തൊരു സമാധാനവും സന്തോഷവും സ്നേഹവും, ലോകത്തിന് പണവും ബാക്കിയുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളോ സാമ്പത്തിക കാര്യങ്ങളോ ഒക്കെ അതൊക്കെ വന്നും പോയിരിക്കും. അതെല്ലാം കർത്താവ് ബോണസായിട്ട് നമുക്ക് ആഡ് ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. കർത്താവ് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും തേടിയാൽ മാത്രം മതി എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ബാക്കിയെല്ലാം ബാക്കിയെല്ലാം വേണ്ടുന്നതെല്ലാം കർത്താവ് ആഡ് ചെയ്തോളൂ. എന്നാൽ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും, കർത്താവിനെ രാജാവായിട്ട്, കർത്താവിൻ്റെ നീതി, കർത്താവിൻ്റെ സ്വഭാവം, കർത്താവിൻ്റെ ആധിപത്യവും സ്വഭാവവും അതുമാത്രം അന്വേഷിക്കുമ്പോൾ കർത്താവിനെ തന്നെ കർത്താവായിട്ട് എപ്പോഴും ആയിരിക്കാൻ തക്കവണ്ണം കർത്താവിന് നമ്മുടെ ജീവിതത്തിൻ്റെ അധികാരം ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിൻ്റെ നീതി, കർത്താവിൻ്റെ സ്വഭാവം നമ്മൾ തേടിക്കൊണ്ടേയിരിക്കുമ്പോൾ കർത്താവ് അങ്ങേപോലെ എനിക്ക് ആയിത്തീർന്നു പറഞ്ഞ് ആയിക്കൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നതെല്ലാം, നമുക്ക് സൗഖ്യമാണോ, നമുക്ക് സമാധാനമാണോ, സന്തോഷമാണോ, നമുക്ക് വേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളാണോ, നമ്മളുടെ ജോലിയിലെ ചില പ്രയാസങ്ങളാണോ, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ചില കാര്യങ്ങളാവട്ടെ, പരീക്ഷയുടെ ചില കാര്യങ്ങളാവട്ടെ, പഠിത്തത്തിൻ്റെ ചില കാര്യങ്ങളാവട്ടെ, അതെല്ലാം പരിഹരിക്കുവാൻ കർത്താവ് മതിയായവനാണ്. നമ്മുടെ കർത്താവ് ചില പ്രസവവേദനയിലൂടെ, പല വേദനയിലൂടെ, ജഡത്തിൻ്റെ കഷ്ടത്തിലൂടെയൊക്കെ നമ്മളെ കടത്തി വിടുമ്പം ഇവിടെയൊക്കെ നമ്മുടെ ജഡത്തെ കർത്താവ് എൻ്റെ ഇഷ്ടമല്ല, കർത്താവിൻ്റെ കൂട്ടവകാശികളായിട്ട് ആയിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ കൂടെ സഹിക്കുന്നവർ, കഷ്ടം സഹിക്കുന്നവർ കർത്താവിൻ്റെ കൂടെ വാഴുമെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് പോലെ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഓരോ സമയത്തും യേശു ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടുത്തെ വലിയ സന്തോഷത്തിൽ നമ്മളെ നിറയ്ക്കും. അതിനായിട്ട് നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നിരന്തരമായിട്ടുള്ള വർദ്ധിച്ചു വരുന്നൊരു സന്തോഷമുള്ളൊരു ജീവിതത്തിലേക്ക്, വർദ്ധിച്ചു വരുന്നൊരു സമാധാനമുള്ളൊരു ജീവിതത്തിലേക്ക് ഇന്നു മുതലെങ്കിലും കർത്താവ് എന്നെ നടത്തണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ അതിനായിട്ട് സമ്പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയ്ക്കണമേ. യഥാർത്ഥമായിട്ടും പരിശുദ്ധാത്മാവിനാൽ ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു സന്തോഷത്തിലേക്ക്, വലിയൊരു കനാൻ ജീവിതത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് തന്നെ നമ്മളെ നയിക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ചതിനായിട്ട് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു, ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു. കർത്താവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു. നന്ദി യേശുവേ നന്ദി. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്തോഷത്താൽ കർത്താവെ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത സന്തോഷത്താൽ ഞങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ തന്നെ നിറയ്ക്കണം. ഞങ്ങളിതിനെയും കർത്താവ് ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നു. അതേ കർത്താവെ ഞങ്ങളെങ്ങനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ ആത്മാവിനാൽ സന്തോഷത്താൽ, നിരന്തരമായ സന്തോഷത്താൽ, വർദ്ധിച്ചു വരുന്ന സന്തോഷത്താൽ, വർദ്ധിച്ചു വരുന്ന ആ സമാധാനത്താൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശന്നിരിക്കുന്നവരെ അവിടെ നിന്ന് നിറയ്ക്കുമെന്ന് ഞങ്ങൾ കേട്ടല്ലോ. അതേ കർത്താവെ അവിടെ നിന്ന് ഞങ്ങളെ നിറച്ചിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഓരോരുത്തരും ആ നിറവോടെ ജീവിപ്പാൻ ഞങ്ങളെ തുടർന്ന് നമ്മെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.